Good morning. So, we have 5 heads last day discuss here. The next one, income of other person included in SSC's total income. So, generally, clubbing of income. Clubbing of income. So, ആർക്കൊക്കെയാണ് ഇത് applicable ആകുന്നത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സെക്ഷൻ പോർഷനിലൂടെയാണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Generally, an assessee is taxed on income accruing to him only and is not liable to pay tax for income of another person. So, നമ്മുടെ ജനറൽ റൂൾ സെക്ഷൻ 4 പ്രകാരം നമുക്ക് എന്താണ് പറയുന്നത്? ഒരു assessee. So, നമുക്ക് എന്തെടുക്കാം? മിസ്റ്റർ എക്സ്. സോ അയാൾക്ക് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം ദാറ്റ് മീൻസ് ഈ ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ 5 ഹെഡ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. സോ ജനറലി assessee is taxed on income accruing to him only. സോ ഈ പർട്ടിക്കുലർ അസസിക്ക് പ്രീവിയസ് ഇയർ നമ്മുടെ 22-23 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 23-24 അയാൾക്കുണ്ടാകുന്ന ടോട്ടൽ ദാറ്റ് മീൻസ് വേറെ ആരുടെയും ഇൻകം അല്ല, ആ പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ അസസിക്ക് മാത്രം ഉണ്ടാകുന്ന ഇൻകത്തിന്റെ പുറത്താണ്. സോ ഈ ടോട്ടൽ ഇൻകം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 5 ഹെഡ്സ് ഓഫ് ഇൻകം: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, then PGBP, then ക്യാപിറ്റൽ ഗെയിൻ, IFOS. ഓക്കെ, സോ ഇത്രയും ഇത് ആഡ് ചെയ്യും നമുക്ക് എന്ത് കിട്ടും? 5 ഹെഡ്സിൽ നിന്നുള്ള ഇൻകം. സോ 5 ഹെഡ്സിൽ നിന്നുള്ള ഇൻകം, ദെൻ അതിന്റെ കൂടെ ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും. ദെൻ ഈ പറയുന്ന ടോട്ടൽ ഇൻകം ആണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ, ചാപ്റ്റർ 6A ഡിഡക്ഷൻസും കൂടെ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഇൻകം. സോ അസസിക്ക് മാത്രം ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം ആണ് ജനറൽ റൂൾ പ്രകാരം എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. അസസിയുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ആണ് അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് ചെയ്യുന്നത്. നോർമലി സെക്ഷൻ 4 പ്രകാരം നമ്മൾ ജനറലി നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ദെൻ ഹൗവർ ഇനി നമ്മൾ പറയാൻ പോവാണ്. സോ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് വേറൊരാളുടെ ഇൻകം, അസസിയുടെ മാത്രം ഇൻകം, അസസിയുടെ ടോട്ടൽ ഇൻകം ദാറ്റ് മീൻസ് വേറെ ആരുടെയും ഇൻകം അല്ല, ആരാണോ ആ പേഴ്സൺ അല്ലെങ്കിൽ അസസി ആരാണോ അയാളുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് ചെയ്യും. സോ ദാറ്റ് മീൻസ് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻകം അതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ദെൻ അതിൽ നിന്ന് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഇൻകം അസസിയുടെ മാത്രം. പക്ഷേ however, as per provisions of section 60-64, so section 60-64 ആണ് നമ്മൾ എന്തിൽ പറയുന്നത്? ക്ലബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസ്. സോ സെക്ഷൻ 60 മുതൽ 64 വരെ എന്താണ്? അസസി. സോ ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഈ അസസി എന്താണ്? സെക്ഷൻ 60-64 അട്രാക്ട് ചെയ്താൽ എന്താണ്? അയാൾ വേറെ ഒരു ആളുടെ മിസ്റ്റർ വൈയുടെ ആണെങ്കിൽ അയാളുടെ ഇൻകം എന്താണ്? അതിനു കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ചെയ്യേണ്ടി വരും. സോ അതാണ് എന്ത് പറയുന്നത്? ക്ലബിംഗ് പ്രൊവിഷൻ. ദാറ്റ് മീൻസ് സെക്ഷൻ 60-64 എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 60-64 അട്രാക്ട് ചെയ്താൽ എന്താണ്? അസസി തന്റെ ഇൻകം മാത്രമല്ല ഈ പറയുന്ന പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരാളുടെ ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അസസി ടാക്സ് ചെയ്യേണ്ടി വരും. അസസിയുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മീൻസ് അസസി ടാക്സ് അടക്കേണ്ടി വരും. സോ അതാണ് നമ്മൾ ഇനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറലി അസസി അതായത് ഒരു പേഴ്സൺ അയാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഇൻകത്തിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് ടാക്സ് ചെയ്യേണ്ടത്. പക്ഷേ ഇതാണ് സെക്ഷൻ 60-64 പ്രൊവിഷൻസ് അട്രാക്റ്റീവ് ആണെങ്കിൽ അസസിയുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിൽ എന്തുകൂടെ ആഡ് ചെയ്യും? വേറെ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന ഇൻകം കൂടെ ആഡ് ചെയ്യും. സോ അതിനാണ് എന്ത് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം. സോ ദാറ്റ് മീൻസ് എന്താ? അസസിയുടെ ഇൻകത്തിന്റെ കൂടെ വേറെ ഒരാളുടെ ഇൻകം കൂടെ ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം. The income which is to be clubbed shall be computed in the hands of recipient, and all the expenditure related to such income shall be allowed as per respective provision, and net income shall be clubbed. So that means ഇവിടെ ശ്രദ്ധിക്കണം, ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ നമുക്കിപ്പം നമ്മുടെ അസസി മിസ്റ്റർ എക്സ് ആണ്. സോ ക്ലബിംഗ് പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്താൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മിസ്റ്റർ വൈക്ക് ഉണ്ടാകുന്ന ഒരു ഇൻകം എന്താണ് ഇങ്ങോട്ട് ക്ലബ് ചെയ്യാന്ന് പറഞ്ഞത്. സോ ആദ്യം എന്ത് ചെയ്യും? റെസിപ്പിയന്റ് ഈ മിസ്റ്റർ വൈക്ക് ഉണ്ടാകുന്ന ഇൻകം അയാളുടെ കയ്യില് നമ്മൾ എന്ത് ചെയ്യും? സോ ഹെഡ് തിരിച്ച് ഇപ്പൊ സാലറി ആണെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ
എന്താണോ അല്ലെങ്കിൽ ഏത് ഇൻകം ആണോ ക്ലബ് ചെയ്യുന്നത് അത് ഫസ്റ്റ് എന്താണ് അയാളുടെ ഇൻവാർട്ട് കണ്ടുപിടിക്കും. അയാൾക്ക് കിട്ടാവുന്ന എക്സ്പെൻഡിച്ചറും ഡിഡക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം എന്താണ് റെസ്പെക്റ്റീവ് ഹെഡില്, സോ ഏത് ഹെഡിലേക്കാണോ ക്ലബ് ചെയ്യേണ്ടത് അസസിയുടെ മിസ്റ്റർ എക്സിന്റെ ആ ഹെഡിലേക്ക് എന്ത് ചെയ്യും ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ആ ഇൻകം ക്ലബ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇത് കണ്ടുപിടിക്കുന്ന മിസ്റ്റർ എക്സിന്റെ കയ്യിലല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും ആർക്കാണോ ഇൻകം കിട്ടുന്നത് റിസീവ് ചെയ്യുന്നത് ആർക്കാണോ അയാളുടെ കയ്യിൽ ഈ ഇൻകം, സോ അയാൾക്ക് കിട്ടാവുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറയ്ക്കാവുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം അല്ലെങ്കിൽ പ്രൊവിഷൻസ് പ്രകാരമായി കിട്ടാവുന്ന ഡിഡക്ഷൻസും എക്സ്പെൻഡിച്ചറും എല്ലാം കുറച്ചിട്ട് എന്താണ് സോ ആ പറയുന്ന കറസ്പോണ്ടിങ് ഹെഡിൽ വരുന്ന ഇൻകം ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അസസിയുടെ കൂടെ ക്ലബ് ചെയ്യുന്നത്. Then income shall be first computed in the heads of recipient and then clubbing shall be made headwise. So first എന്താണ് റെസിപ്പിന്റെ കയ്യിൽ ഹെഡ്സ് ഓഫ് ഇൻകത്തിന് അനുസരിച്ചിട്ടുണ്ടോ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. സോ ഏത് ഇൻകം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ആദ്യം റെസിപ്പിന്റെ കയ്യിൽ നമ്മൾ ചാർജ് എടുക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു അസസിയുടെ കൂടെ ക്ലബ് ചെയ്യുന്നു. So clubbed income eligible for deduction under section 80C to 80U. That means നമ്മൾ ചാപ്റ്റർ 6A ഡിസ്കസ് ചെയ്യുന്നതാണ്, ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിഡക്ഷൻസ്. Then clubbing of income includes clubbing of loss also. So income club ചെയ്യാൻ മീൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സില് അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് മീൻസ് ലോസ് ഓൾസോ. സോ ക്ലബ് ചെയ്യാവുന്ന ഒരു ഇൻകം ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, ലോസും ലോസ് ക്ലബ് ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യും കുറയും. ക്ലബ് ചെയ്യാവുന്ന ഒരു ഇൻകം ആണെങ്കിൽ സോ ഈ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. ഇൻകം ആണെങ്കിൽ ക്ലബ് ചെയ്യുമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ക്ലബ് ചെയ്യും, ലോസ് ആണെങ്കിലും ക്ലബ് ചെയ്യും. സോ ഇവിടെ പിന്നെ ഒരു ഇത് വരുന്നതാണ് എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ. സോ അതിന്റെ പുറത്ത് എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ സ്റ്റുഡൻസ് നോർമലി നമുക്ക് എക്സാമിന് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, പ്രൊവിഷൻ ചോദിച്ചിട്ടുള്ളതാണ്, അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നത്. സോ ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫുള്ളി എക്സംപ്റ്റ് ചെയ്യും. സോ സ്റ്റുഡൻസ് നോർമലി വരുന്ന മിസ്റ്റേക്ക് ചിലപ്പോൾ സംടൈംസ് ഈ എക്സംപ്റ്റഡ് ഇൻകം ആ പറയുന്ന പ്രൊവിഷൻ പ്രകാരം ലോസ് വരും. സോ അവിടെ എന്തും പറ്റില്ല, അവിടെ ആ ലോസും എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് എക്സംഷൻ ആണ്, അത് കൊണ്ടുപോയി ക്ലബ് ചെയ്ത് കുറയ്ക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ ക്ലബിംഗ് ഓഫ് ഇൻകം ഇൻക്ലൂഡ്സ് ക്ലബിംഗ് ഓഫ് ലോസ് ഓൾസോ. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ് നോർമലി ജനറലി സെക്ഷൻ 4 പ്രകാരം അസസി ദാറ്റ് മീൻസ് ഒരു പേഴ്സണ് ഉണ്ടാകുന്ന പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന അയാൾക്ക് മാത്രം ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ നോർമലി ടാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ബട്ട് സെക്ഷൻ 60 to 64 അട്രാക്റ്റീവ് ആണെങ്കിൽ എന്താണ് വേറെ ഒരാളുടെ ഇൻകം അസസിയുടെ കൂടെ ക്ലബ് ചെയ്യാം. അതിനാണ് എന്താ പറയുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം സെക്ഷൻ 60 to 64. സോ പിന്നെ എങ്ങനെയാണ് ക്ലബ് ചെയ്യുക? സോ ദാറ്റ് മീൻസ് ആരാണോ റെസിപ്പന്റ് അയാളുടെ കയ്യിൽ ഫസ്റ്റ് ഏത് ഹെഡിലാണോ കറസ്പോണ്ടിങ് ഹെഡിൽ കണ്ടുപിടിച്ച് അയാൾക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻസും എക്സ്പെൻസും എല്ലാം കുറച്ചിട്ട് നെറ്റ് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് അസസിയുടെ കറസ്പോണ്ടിങ് ഹെഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ക്ലബ് ചെയ്യും. സോ അയാൾക്ക് ഈ പറയുന്ന ക്ലബ്ഡ് ഇൻകത്തിന്റെ പുറത്ത് നമുക്ക് എന്താണ് 80C മുതൽ 80U വരെയുള്ള ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. ക്ലബിംഗ് ഓഫ് ഇൻകം ദാറ്റ് മീൻസ് എന്താണ് ലോസ് ഓൾസോ. സോ നോർമലി ഇൻകം ആണെങ്കിൽ ക്ലബ് ചെയ്യും, ബട്ട് ആക്ച്വലി ലോസ് ആണോ എന്നെങ്കിൽ ദാറ്റ് ലോസ് വിൽ ബി ക്ലബ്ഡ്, പ്രൊവിഷൻസ് പ്രകാരം ക്ലബ് ചെയ്യും. എക്സംപ്റ്റ് ഇൻകം ആണെങ്കിൽ അതിൽ നിന്ന് നോർമലി എക്സംപ്റ്റ് ഇൻകം വരുന്ന സെക്ഷൻ ആണ്, അത് പ്രകാരമാണ് വരുന്നത്. അതിന് അഗൈൻസ്റ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ക്ലബ്. ദാറ്റ് മീൻസ് അത് എക്സംപ്റ്റഡ് ആണ്. ഇൻകം എക്സംപ്റ്റഡ് ആണെങ്കിൽ ലോസ് ഓൾസോ എക്സംപ്റ്റഡ്. സോ ഇൻകം എക്സംപ്റ്റ് ചെയ്യും, ലോസ് ആണെങ്കിൽ കുറയ്ക്കാം എന്ന് വിചാരിക്കരുത്. ലോസ് ആണെങ്കിൽ അതിൽ നിന്ന് ആ സെക്ഷൻ പ്രകാരം കിട്ടുന്ന ലോസ് ആണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ക്ലബ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. ക്ലിയർ അല്ലേ? ദെൻ ഓരോ സെക്ഷൻ ആയിട്ട് നോക്കാം. സെക്ഷൻ 60 to 64 ആണ്. സെക്ഷൻ 60 to 64 ആണ് നമ്മൾ ഇതിനകത്ത് ക്ലബിംഗ് ഓഫ് ഇൻകത്തില് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ IFOSൽ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ് ഉൾപ്പെടെ സെക്ഷനും ക്ലോസ് ഉൾപ്പെടെ കോട്ട് ചെയ്ത് വേണം ആൻസർ എഴുതാൻ. ക്ലബിംഗ് ഓഫ് ഇൻകം. So clubbing of income. So section 60 to 64 ആണ് നമുക്ക് applicable ആകുന്ന സെക്ഷൻസ്. നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് വരികയാണ്. സെക്ഷൻ 60 നോക്കാം. സെക്ഷൻ 60 ട്രാൻസ്ഫർ ഓഫ് ഇൻകം. സെക്ഷൻ 60 പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻകം without transfer of asset. Transfer of income without transfer of asset. Any person transfers income from any asset without transferring the asset itself. Such income is to be clubbed in the hands of the transferor, or whether the transfer is revocable.
whether the transfer is revocable or not. So revocable ആണെങ്കിലും അല്ലെങ്കിലും. Then so ഇവിടെ ശ്രദ്ധിക്കാം, any person transfers income from any asset without transferring asset itself. Without transferring asset itself. നോക്കാം, Mr. X. Okay. So അയാൾക്കൊരു പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് റെന്റ് കിട്ടുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റ് കിട്ടുന്നുണ്ട്, റെന്റ്. ഓക്കെ, സോ ഹൗസ് പ്രോപ്പർട്ടി റെന്റ് കിട്ടുന്നുണ്ട്. സോ ഈ മിസ്റ്റർ എക്സിന് ഹൗസ് പ്രോപ്പർട്ടി കൂടാതെ സാലറി ഉണ്ട്, സാലറി ഉണ്ട്, ഒരു 10 lakh ഫിഗർ പറയാണ്, 10 lakh ഗ്രേറ്റർ ദാൻ 10 lakh ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇയാൾക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി റെന്റ് കൂടെ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ, സോ അയാൾ വിചാരിക്കുന്നതാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ അയാൾക്ക് എന്താണ് 10 lakhന് മുകളിൽ വന്നാൽ 30% സ്ലാബ്, 30% ടാക്സ് വരും. സോ അതുകൊണ്ട് ഇയാൾ എന്ത് പറയും, ഈ പറയുന്ന റെന്റ് അയാൾ പറയാണ്, മിസ്റ്റർ എക്സ് പറയാണ്, ഈ ടെനന്റിനോട് പറയാണ്, ഈ പറയുന്ന റെന്റ് എന്താണ് എന്റെ അക്കൗണ്ടിലേക്ക് തരണ്ട, മിസ്റ്റർ വൈയുടെ അക്കൗണ്ടിലേക്ക് റെന്റ് കൊടുത്തോളൂ, എന്റെ അക്കൗണ്ടിൽ തരണ്ട, മിസ്റ്റർ വൈയുടെ അക്കൗണ്ടിലേക്ക്. ദാറ്റ് മീൻസ് എന്താണ്, അയാളുടെ ഇൻകം അല്ല എന്ന് കാണിക്കാനായിട്ടാണ്. സോ ദാറ്റ് മീൻസ് അയാൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇവിടെ ടാക്സ് അടയ്ക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഹൗസ് പ്രോപ്പർട്ടി ആരുടെ ഓണർഷിപ്പിലാണ്, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആരാണ്, SSC. ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സ് ആണ്, SSC ആണ് ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ. അതെന്ത് ചെയ്തിട്ടില്ല, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇതിൽ നിന്നുണ്ടാകുന്ന റെന്റ്, ദാറ്റ് മീൻസ് ഇൻകം മാത്രം എന്താണ്, ഒരു അടുത്ത വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് ഇയാൾക്ക് കിട്ടിയുന്ന, ഇയാൾ റിസീവ് ചെയ്യുന്ന ഈ ഇൻകം ആരുടെ കൂടെ ക്ലബ് ചെയ്യും ഉണ്ടോ, SSCയുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ് അയാളുടെ ഉദ്ദേശം, ഇൻകം കുറച്ച് കാണിച്ച് ടാക്സ് കുറയ്ക്കുക. സോ മിസ്റ്റർ വൈക്ക് വേറെ ഇൻകം ഒന്നും ഇല്ല എങ്കിൽ എന്താണ്, അയാളുടെ കാണിച്ചാലും എന്താണ്, അയാൾക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് വരെ കിട്ടിയിട്ട് എന്താണ്, ടാക്സ് 5 ലക്ഷം വരെ എന്താ നോർമലി ടാക്സ് ഇല്ലാതെ മാറും. ടാക്സ് ഇവേഷൻ ആണ് പുള്ളിയുടെ ഉദ്ദേശം. എന്താണ്, അയാള് അസറ്റ് സെയിൽ ചെയ്യാതെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാതെ എന്ത് ചെയ്തു, ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് ഇൻകം, ഈ റെസിപ്പിന് കിട്ടുന്ന ഇൻകം എന്താണ്, ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി റെന്റ് ആണെങ്കിൽ എന്തിൽ വരും, ഹൗസ് പ്രോപ്പർട്ടിയിലെ ഈ പറയുന്ന ആളുടെ ഈ വൈയുടെ കയ്യിൽ ഇൻകം കണ്ടുപിടിച്ച് നേരെ എന്ത് ചെയ്യും, മിസ്റ്റർ എക്സിന്റെ ഹൗസ് സാലറിയുടെ കൂടാതെ HP ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കൂടെ എന്ത് ചെയ്ത് ക്ലബ് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? സോ എന്താണ്, ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തു, എന്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഇല്ല, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഇല്ല. അസറ്റ് SSCയുടെ ഓണർഷിപ്പിലുള്ള അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻകം, സംടൈംസ് അതിന് വേറെ എന്താണ് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബട്ട് എന്താണ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഏത് എനി പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് ഇൻകം ഫ്രം എനി അസറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓഫ് അസറ്റ് അല്ലെ. സോ അയാളുടെ പേരിലുണ്ടെങ്കിൽ എന്താണ്, ഇയാൾക്ക് ട്രാൻസ്ഫർ അല്ല, ഇയാൾക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി ബൈക്ക് ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ അയാളുടെ ഇൻകം ആവുള്ളൂ. ഇത് മാത്രം ഇയാളുടെ പ്യൂർ ഇന്റൻഷൻ എന്താണ്, ഇൻകം കുറച്ച് കാണിക്കുക. ഇൻകം കുറച്ച് കാണിക്കാൻ മീൻസ് എന്താണ്, ടാക്സ് ഇവേഷൻ. ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഇയാൾ പതുക്കെ ക്യാഷ് എടുത്ത് എക്സിന് കൊടുത്താലും മതിയല്ലോ. സോ അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഇത് മിസ്റ്റർ വൈയുടെ ഇൻകം ഒന്നും അല്ല, മിസ്റ്റർ എക്സ് എന്താണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. Then വൈക്ക് കിട്ടുന്ന ഈ ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ്. Question. Mr. V has transferred through a duly registered document the income arising from a godown to his son. Okay, so ഇവിടെ നോക്കാം, മിസ്റ്റർ വി എന്ത് ചെയ്തു, മിസ്റ്റർ വി എന്താണ് ട്രാൻസ്ഫേർഡ് ത്രൂ എ ഡ്യൂലി രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്. സോ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ചുമ്മാ വാക്കാലല്ല, ഒരു ഡോക്യുമെന്റ് അനുസരിച്ച് പ്രകാരം എന്താണ് മിസ്റ്റർ വി, അയാൾക്കൊരു ഗോഡൌൺ ഉണ്ടായിരുന്നു, ഗോഡൌൺ അല്ലെ. സോ ഗോഡൌൺ ദാറ്റ് മീൻസ് എന്തിന്റെ എന്താ നമ്മുടെ സെക്ഷൻ 22 പ്രകാരം ഗോഡൌൺസ് എല്ലാം എന്തിന്റെ പ്രോപ്പർട്ടി, ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടുമെന്റ് എന്ന ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് ഗോഡൌൺ ഉണ്ടായിരുന്നു. ഈ ഗോഡൌൺ എന്താണ്, ട്രാൻസ്ഫർ ഒന്നും ചെയ്തില്ല, ഗോഡൌൺ ഒന്നും ട്രാൻസ്ഫർ ചെയ്തില്ല. എന്താണ്, ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ആരുമായിട്ട് വെച്ചു, ഈ ഗോഡൌൺ റെന്റ് എടുത്ത ആളോട്ട് പറഞ്ഞു എന്റെ കൈ എനിക്ക് തരണ്ട, എന്താണ് ഈ പറയുന്ന ആളുടെ പേരിൽ അയാളുമായിട്ട് ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് എന്താണ്, ഗോഡൌണിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ദ ഇൻകം അറൈസിംഗ് ഫ്രം ഗോഡൌൺ. സോ ഇൻകം, ഈ ഗോഡൌണിൽ നിന്ന് ഇൻകം അറൈസ് ചെയ്യുന്ന ഇൻകം ആരുടെയാണ്, ഹിസ് സൺ, വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഗോഡൌൺ.
സോ ദാറ്റ് ഇവിടെ എന്താണ് ഇവിടെ നോർമലി സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉള്ളതുകൊണ്ടാകാം. സോ സെക്ഷൻ 60 പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനി ഇൻകം ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഏത് അസറ്റിന്റെ പുറത്ത് അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം എനി അസറ്റ് ട്രാൻസ്ഫർ ടു എനി അതർ പേഴ്സൺ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓഫ് അസറ്റ് എന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് സെപ്പറേറ്റ് ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് വെച്ചാലൊന്നും അയാളുടെ ഇൻകം ആവൂല. സോ ഇതാണ് ഈ ഗോഡൌണിൽ കിട്ടുന്ന ഇൻകം. ഇത് ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 60 പ്രകാരം ആരുടെ കൂടെ ക്ലബ് ചെയ്യും? സോ ഇതിൽ നിന്ന് ഫൈനൽ നമുക്ക് എപ്പോഴും എഴുതണം? സെക്ഷൻ 60 പ്രകാരം എന്താണ്? ഇൻകം അല്ലെങ്കിൽ എനി ഇൻകം ഫ്രം അസറ്റ്. സോ ഇൻകം ഫ്രം അസറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓഫ് അസറ്റ്. ഇവിടെ ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്താവൂല, ഈ പറയുന്ന സണ്ണിൻ ഇൻകം ആകത്തില്ല. സോ ആക്ച്വലി ഇതെന്താണ്? ഇൻകം കണ്ടുപിടിക്കും നമ്മൾ ഗോഡൌണിൽ നിന്ന് കിട്ടുന്ന റെന്റ് ആണെങ്കിൽ റെന്റ് ആൻഡ് ഇൻകം. സോ സെക്ഷൻ 22 പ്രകാരം ആദ്യം ആരുടെ കയ്യിൽ കണ്ടുപിടിക്കും? സണ്ണിന്റെ കയ്യിൽ, നമ്മൾ റെസിപ്പിയന്റിന്റെ കയ്യിൽ നമ്മൾ ഇൻകം ഇൻകം കണ്ടുപിടിക്കും. ദെൻ ആ കണ്ടുപിടിച്ചത് ആരുടെ കൂടെ ക്ലബ് ചെയ്യും? മിസ്റ്റർ വിയുടെ കൂടെ ക്ലബ് ചെയ്യും. അതാണ് സെക്ഷൻ 60. നമുക്ക് ടോട്ടൽ ഇൻകത്തിലൊക്കെ ക്ലബിങ്ങും സെറ്റ് ഓഫും കൂടെ നമുക്ക് നോർമലി സ്റ്റുഡൻസിന് ഒരു ഫൈനൽ ആൻസർ കിട്ടാതെ പോകുന്ന ഏരിയ ആണിത്. സോ ബാക്കി ഹെഡ്സ് ഓഫ് ഇൻകം എല്ലാം ചെയ്യും. സോ ടോട്ടൽ ഇൻകത്തിനകത്ത് രണ്ട് ക്ലബിങ്ങിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് നോർമലി ചെറിയ മിസ്റ്റേക്ക്. ദാറ്റ് മീൻസ് ആ ഫൈനൽ ആൻസറിൽ ചെറിയ ഡിഫറൻസ് കാണിക്കും. നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫുള്ള് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അർത്ഥം ഫുള്ള് ഒരു കറക്റ്റ് എക്സാക്ട് ആൻസർ. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്തതിൽ ഏറിയ പങ്കും പോർഷനിങ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ബട്ട് ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ ആൻസർ തെറ്റാറുണ്ട്. സോ വളരെ കുറച്ച് സെക്ഷൻസ് പ്ലസ് വളരെ കുറച്ച് കോൺസെപ്റ്റേ ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സെക്ഷൻ 60 ദാറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉള്ളതുകൊണ്ടാകാം എന്നൊക്കെ ആയിരിക്കും ചിലർ എഴുതി വെക്കുന്നത്. സോ അതല്ല, നമ്മൾ സെക്ഷൻ 60 പറയുന്നത് എന്താണ്? അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, എനി അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓണർ ഓഫ് ദ അസറ്റ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫറർ. ആ ഇൻകം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആരാണോ പറഞ്ഞ അയാളുടെ കൂടെ ക്ലബ് ചെയ്യും. ക്ലിയർ അല്ലേ? ബാക്കി എല്ലാം എക്സ്ട്രാ ഡോക്യുമെന്റ്, ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റോ എന്തോ ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഓണർ. ആണ് സെക്ഷൻ 60 പറഞ്ഞത്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 61. ഇൻകം arising to any person by virtue of the revocable transfer of asset is to be clubbed in the total income of the transferor. ഇവിടെ മിസ്റ്റർ എക്സ് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ആരുടെ പേരിൽ? വേറൊരാണ്, മിസ്റ്റർ വൈ. സോ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, എന്തായിരുന്നു? റിവോക്കബിൾ ട്രാൻസ്ഫർ. ഓക്കെ. സോ അസറ്റ് ആണ്. ഫസ്റ്റ് കേസിൽ സെക്ഷൻ 60 അസറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ല. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് വിൽ ബി ക്ലബ്ഡ് ആസ് പെർ സെക്ഷൻ 60. സോ ഇവിടെ സെക്ഷൻ 61 വരുമ്പോൾ കുറച്ചുകൂടെ ഇതിലേക്ക് വന്നു. അസറ്റ് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ റിവോക്കബിൾ ട്രാൻസ്ഫർ. ദെൻ ഈ പറയുന്ന അസറ്റ് കിട്ടിയ അസറ്റിൽ നിന്ന് ഇൻകം, asset is to be revocable transfer of asset. Any income arising to any person by virtue of revocable transfer of asset is to be clubbed in the hands of the total income of transfer. ഈ റിവോക്കബിൾ ട്രാൻസ്ഫറിലൂടെ കിട്ടിയ അസറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻകം എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 61 പ്രകാരം ആരുടെ കൂടെ ക്ലബ് ചെയ്യും? അസസിയുടെ കൂടെ. സോ ആരാണോ ഈ ട്രാൻസ്ഫർ നടത്തിയത്, ആക്ച്വലി എന്താണ് നേരത്തെ പറഞ്ഞു, ട്രാൻസ്ഫർ നടത്തിയില്ല. സോ എങ്കിൽ ഞാൻ ട്രാൻസ്ഫർ നടത്താം, ബട്ട് എന്ത് നടത്തി വെച്ചിരിക്കുന്നു? നോർമലി ഒരു സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത് റിവോക്കബിൾ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നു. റിവോക്കബിൾ ട്രാൻസ്ഫർ. എന്താണ് ഈ റിവോക്കബിൾ ട്രാൻസ്ഫർ? നമ്മൾ സെക്ഷൻ 60 പറഞ്ഞിട്ടുണ്ട്, വെദർ ദ ട്രാൻസ്ഫർ ഈസ് റിവോക്കബിൾ ഓർ നോട്ട്. സെക്ഷൻ 63 ആണ് പറയുന്നത് റിവോക്കബിൾ ട്രാൻസ്ഫർ. സോ സെക്ഷൻ 62 എക്സെപ്ഷൻസ് ടു ക്ലബിംഗ് പ്രൊവിഷൻ 61 ആണ് പറയുന്നത്. 63 പറയുന്നത് റിവോക്കബിൾ ട്രാൻസ്ഫർ. എ ട്രാൻസ്ഫർ ഷാൽ ബി ഡീംഡ് ടു ബി റിവോക്കബിൾ ഇഫ് it contains any provision for transfer directly or indirectly of any part or whole of the income or asset to be to the transferor. Okay, endana? It contains any provision for the transferor directly agam indirectly for any part or whole of the income of asset to the transferor.
സോ ഇവിടെ എന്താണ്, മിസ്റ്റർ എക്സ് ട്രാൻസ്ഫർ ചെയ്തു മിസ്റ്റർ വൈക്ക്. നോർമലി എന്താണ്, സെയിൽ നടത്തിയാൽ പിന്നെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അധികാരവും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഒരു തരത്തിലുള്ള ഇൻകവും ആർക്ക് കിട്ടൂല, മിസ്റ്റർ എക്സിന് പിന്നെ കിട്ടില്ല ഉണ്ടോ. സോ ഈ ട്രാൻസ്ഫറിൽ തന്നെ കണ്ടെയ്ൻസ് പ്രൊവിഷൻ, ഡയറക്ട്ലി ആകാം അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആകാം, എനി പാർട്ട് ഓർ ഹോൾ ഓഫ് ഇൻകം ഓർ അസെറ്റ് ടു ബി ടു ദ ട്രാൻസ്ഫറർ ഉണ്ടോ. ഈ ട്രാൻസ്ഫറർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ മൊത്തമോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ തിരിച്ചു കിട്ടാനുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫറിൽ പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, റിവോക്കബിൾ ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് എന്താണ്, എക്സാക്ട് ആയിട്ടുള്ള ട്രാൻസ്ഫർ അല്ല, പക്കാ സെയിൽ അല്ല. ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, പക്ഷെ ഇതിൽ നിന്നുള്ള ഒരു പാർട്ട് ഓഫ് ദ ഇൻകം അല്ലെങ്കിൽ അതിന്റെ അസറ്റിന്റെ ഒരു പാർട്ട് എന്താണ് എനിക്ക് റീഅസ്യൂം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം എനിക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്ന പ്രൊവിഷൻസ്, ഈ ട്രാൻസ്ഫറിങ് പ്രൊവിഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ഒരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും ഇൻകം വിൽ ബി ക്ലബ്ഡ്. സോ ട്രാൻസ്ഫർ ഉണ്ടായാൽ മാത്രം പോരാ, അത് നോർമൽ ട്രാൻസ്ഫർ ആയിരിക്കണം, അതൊരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആകരുത്. Then it gives in any way to the transferor a right to reassume power directly or indirectly over the whole or any part of the income or the asset. So power reassume ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ മൂന്നാമതൊരാളെ കൊണ്ടുവന്നിട്ടോ എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടുന്ന രീതിയിൽ അസറ്റിലെ പാർട്ട് അല്ലെങ്കിൽ ഫുൾ ഇൻകമോ അസറ്റോ റീഅസ്യൂം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് അതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം. സോ ദാറ്റ് മീൻസ് എന്താണ്, പക്കാ ട്രാൻസ്ഫർ. ഞാനിത് വിറ്റു എന്ന് പറയില്ല, എന്താണ് അതിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന്റെ പാർട്ട് അല്ലെങ്കിൽ ഹോൾഡ് വീണ്ടും എനിക്ക് എന്താണ് റൈറ്റ്സ് ഉള്ള രീതിയിലാണ് പ്രൊവിഷൻസ് വെച്ചിരിക്കണമെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം, റിവോക്കബിൾ ട്രാൻസ്ഫർ. Then revocable transfer ആണോ, ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ. ക്ലിയർ ആണോ? ഇതാണ് സെക്ഷൻ 61 പറയുന്ന റിവോക്കബിൾ ട്രാൻസ്ഫർ. സോ ട്രാൻസ്ഫർ ചെയ്യാൻ മീൻസ് എന്തായിരിക്കണം, പക്കാ ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് നമ്മൾ ആ 2 സബ്സെക്ഷൻ 47 പറഞ്ഞ പോലെ പക്കാ സെയിൽസ് അറിയാം. അതിനകത്ത് എന്താണ് ഒരു രീതിയിലുള്ള ഇൻകമോ അല്ലെങ്കിൽ ആ അസറ്റിന്റെ റൈറ്റോ റീഅസ്യൂം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊവിഷനും പറ്റില്ല ഉണ്ടെങ്കിൽ എന്താണ്, അതൊരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ്. ആ പറയുന്ന ട്രാൻസ്ഫർ അസറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ. ക്ലിയർ ആണോ? ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട രണ്ട് സെക്ഷൻ 61 എക്സെപ്ഷൻ. സോ ഇതൊരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ്, പക്ഷേ സെക്ഷൻ 62 പ്രകാരം രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വിൽ നോട്ട് അപ്ലൈ ഇനി ഇൻകം എറേസിംഗ് ടു പേഴ്സൺ ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ പറയുന്ന കേസസിലെ റിവോക്കബിൾ ആണെങ്കിലും എന്ത് ചെയ്യൂല, സെക്ഷൻ 61 വിൽ നോട്ട് അട്രാക്ട്. ദാറ്റ് മീൻസ് വിൽ നോട്ട് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആർക്കാണോ കിട്ടുന്ന അയാളുടെ എനി ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ക്രിയേഷൻ ഓഫ് എ ട്രസ്റ്റ് വിച്ച് ഈസ് ഇറിവോക്കബിൾ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ബെനിഫിഷ്യറി. സോ എന്താണ്, വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, റിവോക്കബിൾ ട്രസ്റ്റ് ആണ്, ബട്ട് വൈയുടെ ലൈഫ് ടൈം എന്താണ് തിരിച്ചു വേണ്ട. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻകം പാർട്ടോ ഹോളോ ഒരു ഇൻകവും പവറോ ആരും റീഅസ്യൂം ചെയ്യില്ല, ട്രാൻസ്ഫർ റീഅസ്യൂം ചെയ്യില്ലാത്ത സെനാരിയോ ആണെങ്കിൽ എന്താണ്, അത് ആക്ച്വലി എന്താണ് റിവോക്കബിൾ ആണ്. ബട്ട് സെക്ഷൻ 61 പ്രകാരം എന്ത് ചെയ്യൂല, ക്ലബിംഗ് പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യില്ല. ബിക്കോസ് ഈ പറയുന്ന ബെനിഫിഷ്യറിയുടെ ലൈഫ് ടൈം എന്താണ്, റിവോക്ക് ചെയ്യില്ല, ഇറിവോക്കബിൾ ആണ്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്, എനി ട്രാൻസ്ഫർ വിച്ച് ഈസ് ഇറിവോക്കബിൾ റൂളിംഗ് ഡ്യൂറിംഗ് ലൈഫ് ടൈം ഓഫ് ട്രാൻസ്ഫറി. സോ ട്രാൻസ്ഫറിയുടെ ലൈഫ് ടൈമിലേക്ക് ബെനിഫിഷ്യറി ട്രസ്റ്റ് ക്രിയേഷൻ ഓഫ് ട്രസ്റ്റ് ബൈ വേ ഓഫ് ക്രിയേഷൻ ഓഫ് ട്രസ്റ്റ് ഫസ്റ്റ് കേസ് ബെനിഫിഷ്യറിയുടെ ലൈഫ് ടൈമിലേക്ക് ഇറിവോക്കബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ നടത്തി ആ ട്രാൻസ്ഫറിയുടെ ലൈഫ് ടൈമിലേക്ക് ഇറിവോക്കബിൾ ആണെങ്കിൽ, ഈ രണ്ട് കേസിലും എന്താണ് റിവോക്കബിൾ ആണ്. ബട്ട് സെക്ഷൻ 62 എക്സെപ്ഷൻ പ്രകാരം എന്താണ് 61 ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? സോ സെക്ഷൻ 60. സോ സെക്ഷൻ അറിഞ്ഞിരിക്കണം. സെക്ഷൻ കോട്ട് ചെയ്യാൻ മാത്രമല്ല, പാടിനകത്ത് 4 5 പോയിന്റ്സേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം എഴുതുമ്പോഴത്തേക്കും ഏത് സെക്ഷൻ പ്രകാരം, സോ ആസ് പെർ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ആകെ 62 64 2-3 സബ്സെക്ഷനും ക്ലോസും വരുന്നത്, അതും അതേപോലെ തന്നെ എഴുതണം. സെക്ഷൻ 60 എന്തായിരുന്നു, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അടുത്തത് സെക്ഷൻ 61 എന്തായിരുന്നു, സെക്ഷൻ 61 എന്തായിരുന്നു, സെക്ഷൻ 61. സോ ഇവിടെ എന്താണ്,
ട്രാൻസ്ഫർ ഉണ്ട്, ബട്ട് എന്താണ് ഒരു റിവോക്കബിൾ ട്രാൻസ്ഫർ ആണ്. ഇൻകം എറൈസിംഗ് ഫ്രം, ഇൻകം എറൈസിംഗ് ഫ്രം a revocable transfer. Clear അല്ലേ? ഇൻകം എറൈസിംഗ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ. സോ സെക്ഷൻ 63-ലാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്താന്ന് പറയുന്നത്. സെക്ഷൻ 62-ൽ എന്ത് പറയുന്നുണ്ട്? എക്സെപ്ഷൻസ് ടു സെക്ഷൻ 61, 2 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ട്രസ്റ്റ് ആയിട്ടാണെങ്കിൽ ബെനിഫിഷ്യറിയുടെ ലൈഫ് ടൈമില് ഇറിവോക്കബിൾ ആണെങ്കിൽ, ദെൻ വേറൊരു കേസിൽ ട്രാൻസ്ഫറിയുടെ ലൈഫ് ടൈമിൽ ഇറിവോക്കബിൾ. ദാറ്റ് മീൻസ് എന്താണ്? അയാളുടെ ജീവിതകാലം വരെ എന്താണ് അതിനുള്ള ഇൻകം ആരും റീഅസ്യൂം ചെയ്യില്ല, ട്രാൻസ്ഫർ റീഅസ്യൂം ചെയ്യില്ല. ആ കേസിൽ എന്താണ് ക്ലബ് ചെയ്യേണ്ട, ആരുടെ കൂടെ തന്നെ എടുത്തോളൂ. എക്സാക്ട്ലി ആർക്കാണോ ഇൻകം കിട്ടുന്നത് അയാളുടെ കൂടെ. സെക്ഷൻ 60 അല്ലെങ്കിൽ 61 അട്രാക്ട് ചെയ്യില്ല മീൻസ് എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ വിൽ നോട്ട് അട്രാക്ട്. സോ ഇൻകം ഉണ്ടായിട്ടുണ്ടോ, ആരുടെയും ഇൻകം ടാക്സിന് പ്രകാരം ടാക്സ് അടയ്ക്കണം. സോ അതെന്തായിരിക്കും? ആ ഒരു ട്രാൻസ്ഫറി ആയിരിക്കും ആ കേസിലെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രിവ്യൂവില് ടോട്ടൽ ഇൻകം കാണിച്ച് ഇൻകം പേ ചെയ്യേണ്ട ആരായിരിക്കും? ആ കേസിൽ ട്രാൻസ്ഫറി ആയിരിക്കും. സോ ലൈഫ് ടൈമിലേക്ക് ആക്ച്വലി റിവോക്കബിൾ ആണ്, ബട്ട് അയാളുടെ ഒന്നുകിൽ ബെനിഫിഷ്യറിയുടെ അല്ലെങ്കിൽ ട്രാൻസ്ഫറിയുടെ ലൈഫ് ടൈമിലേക്ക് ഇറിവോക്കബിൾ ആണ്. ദാറ്റ് മീൻസ് അയാളുടെ ലൈഫ് ടൈം എന്താണ്? അയാൾ തന്നെ ഇൻകം അയാൾക്ക് തന്നെ ഉള്ളതാണെങ്കിൽ ഒരു ഇൻകവും പാർട്ടോ ഒന്നും ആരും റീഅസ്യൂം ചെയ്യൂല, ട്രാൻസ്ഫർ ചെയ്യില്ല ആ സെനാരിയോയില്. സോ എന്താണ്? സെക്ഷൻ 61 അട്രാക്ട് ചെയ്യില്ല. 64 subsection 1 clause 2. 64 subsection 1 clause 2. Section 64 subsection 1 clause 2. Income of spouse from a concern where assessee has substantial interest. Substantial interest. Okay. Income of spouse taxable in the hands of the assessee if following conditions are satisfied. Income should be in the nature of salary, commission, fees, or any other form of remuneration, whether in cash or in kind. Such remuneration should be received from a concern where assessee has substantial interest. So, section 64, subsection 1, clause 2. Section 64, subsection 1, clause 2. Section 64, subsection 1, clause 2. So, ഇവിടെ ശ്രദ്ധിക്കാം. Mr. X. Okay. So, ഒരു കൺസേൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഏതാണ്? Mrs. X. Okay. So, spouse of Mr. X എന്താണ്? ഇവിടെ നിന്ന് ഒരു എംപ്ലോയി ആണ്, അവിടെ നിന്ന് ഒരു സാലറി വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഈ പറയുന്ന കൺസേണില് മിസ്റ്റർ എക്സിന് എന്തുണ്ടാകണം? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സോ ഈ പറയുന്ന കൺസേണില് എന്താണ്? മിസ്റ്റർ എക്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണില്, സോ ഒരു ഫേം എന്തോ ആയിക്കോട്ടെ, ഒരു ബിസിനസ് കൺസേണില് എന്താണ്? അയാളുടെ വൈഫിന് സാലറി കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ സാലറി എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളൊരു എംപ്ലോയി ആയിട്ട് എടുത്തിരിക്കുന്നു, സാലറി കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? അത് ദാറ്റ് എമൗണ്ട് സാലറി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ് എന്നാണ് പറയുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് എക്സെപ്ഷൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, എക്സെപ്ഷൻ. If remuneration received by spouse due to technical and professional qualification and such remuneration is attributed to a qualification, such qualification, then clubbing provision not applicable. No, technical and professional qualification ഉണ്ടെങ്കിൽ എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. ഇവിടെ ശ്രദ്ധിക്കാം. Then substantial interest. An individual shall be deemed to have been substantial interest in a concern if company ആണെങ്കിൽ he is a beneficially hold not less than 20% of its shares at any time during the previous year. Other than company ആണെങ്കിൽ entitled not less than 20% of profit of such concern. Such share profit may be held by assessee himself or together with a relative.
SSC partly or by more, one or more relatives. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Section 64 subsection 1 clause 2 ലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് SSCക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ നിന്ന് സ്പൗസിന് എന്താണ് അവിടുന്ന് ഒരു സാലറി, സോ സാലറി ആകാം, കമ്മീഷൻ ആകാം, ഫീ ആകാം, ഫോർ എനി അതർ റെമ്യൂണറേഷൻ. ഇറ്റ് ക്യാൻ ബി ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. സോ ഇവിടെ നിങ്ങൾ തന്നെ പറയാം. സോ SSCക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ നിന്ന് SSCയുടെ സ്പൗസിന് സാലറി കിട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്പൗസിനെ എടുത്തിരിക്കുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ്. സോ അക്കൗണ്ടന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ സാലറി ഓഫ് 10,000 പെർ മന്ത്, 10,000 സാലറിയും കൊടുക്കുന്നുണ്ട്. സോ ഒരു തരത്തിലും ക്വാളിഫിക്കേഷൻ ഇല്ല, വിത്തൗട്ട് നോ ക്വാളിഫിക്കേഷൻ. ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രൊഫഷണൽ ആയിട്ടോ ടെക്നിക്കൽ ആയിട്ടോ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. സോ SSCക്ക് പ്യൂർ ആയിട്ട് എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, ഈ പറയുന്ന സ്പൗസിന് ഈ കൺസേൺ, ദാറ്റ് മീൻസ് SSCക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിൽ നിന്ന് സാലറി കിട്ടിയിരിക്കുന്നത്. ഈ കേസിൽ ഈ പറയുന്ന സാലറി ക്ലബ് ചെയ്യോ ഇല്ലയോ? SSCക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണില് SSCയുടെ വൈഫിനെ ക്ലബ് ചെയ്യില്ല എന്നാണോ പറയുന്നത്? സോ ഈ കേസിൽ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും അല്ലെ? സോ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 അട്രാക്ട് ചെയ്യും. ദിസ് സാലറി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ്. സോ നേരെ മറിച്ച് ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഈ പറയുന്ന സ്പൗസിന് M.Com പ്ലസ് ഒരു 5 years എക്സ്പീരിയൻസും ഉള്ള ആളാണ്. എന്നിട്ടാണ് ഈ സാലറി കിട്ടുന്നെങ്കിൽ ആ സാലറി ക്ലബ് ചെയ്യോ ഇല്ലയോ? So exceptional പറഞ്ഞാണ് if remuneration received by spouse due to technical and professional qualification and such remuneration is attributed to such qualification, then clubbing provisions is not applicable. So that means എന്താണ്? So actually എന്താണ്, ഈ spouse is a qualified person. So എന്താണ് ഈ പറയുന്ന ജോബ് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ആണ്. സോ ആ സ്പൗസിന് ആ പറയുന്ന ആളുടെ ഹസ്ബൻഡ് അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാതെ എന്തെങ്കിലും സാലറിയോ റെമ്യൂണറേഷനോ കമ്മീഷനോ ഫീയോ അവിടുന്ന് കിട്ടിയാലാണ് ക്ലബ് ചെയ്യുന്നത്. സോ ഈ കേസിൽ എന്താണ് നോ ക്വാളിഫിക്കേഷൻ, ദെൻ ദാറ്റ് എമൗണ്ട് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് SSC മിസ്റ്റർ എക്സ്. ബട്ട് ഇവിടെ എന്താണ് ക്വാളിഫിക്കേഷൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഡ്യൂ ടു ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. സോ M.Com ഡിഗ്രി ഉള്ളതാണ് പ്ലസ് 5 years എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ എന്താണ് ഈസ് എലിജിബിൾ ഫോർ ദിസ് സാലറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് പ്ലസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, അയാൾക്ക് സാലറി കിട്ടാൻ അതുമായിട്ട് കിട്ടി എലിജിബിൾ ആണ്. ദെയർഫോർ എന്താണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 ഇവിടെ ആപ്ലിക്കബിൾ ആകില്ല. ദാറ്റ് മീൻസ് എന്ത് ചെയ്യൂല? ഇൻകം ക്ലബ് ചെയ്യില്ല. ക്ലിയർ ആണോ? എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? പറയുന്ന പോലെ രണ്ട് രീതിയിൽ നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ സെൻസ് നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ അവിടെ ഓഡിറ്റർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ആകാം. ഇത് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്, 5 years എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു അക്കൗണ്ടന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഓഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈൻ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല. സോ അതിനെന്ത് മതിയാവും? ഈ ടെക്നിക്കൽ പ്ലസ് ഈ പറയുന്ന ഡിഗ്രി, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിഗ്രി പ്ലസ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായാൽ മതിയാകും. സോ ഇവിടെ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇയാളൊരു ഡോക്ടറാണ്. സോ ഡോക്ടറാണ്, അയാൾക്ക് ഇതിനെക്കുറിച്ച് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. സ്പൗസ് ഡോക്ടറാണ്. ഓക്കെ, ദെൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ജസ്റ്റ് അവിടെ ഇരിക്കുന്നു, അതിന് അയാൾ സാലറി എഴുതിയെടുക്കുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് വിൽ ബി ക്ലബ്. അവിടെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലുമായിട്ട് ടെക്നിക്കൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടാണ് സാലറി കിട്ടുന്നതെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ക്ലബ്ഡ്, അതർവൈസ് വിൽ ബി ക്ലബ്ഡ്. ക്ലിയർ ആണോ? സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ സെൻസ് എന്താണ്?
assessee relatives. The company ആണെങ്കിൽ 20% of voting. That means 20% or more. എന്താണ് ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യണം. സോ കമ്പനി അല്ലാതെ വേറെ എന്തെങ്കിലും ആണ്, വേറെ ഏതെങ്കിലും എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രോഫിറ്റിന്റെ 20% ഓർ മോർ അവർക്കായിരിക്കണം കിട്ടുന്നത്. സോ അയാളോ റിലേറ്റീവ്സോ ചേർന്നിട്ടായിരിക്കണം. So relative includes spouse, brother, sister, or any lineal ascendant or descendant of the individual. Then ഇവിടെ നമുക്ക് വേറെ ഒരു സെനാരിയോ വരുന്നത് both husband and wife having substantial interest in the concern, where both husband and wife have substantial interest in a concern and both are receipt of income by way of salary from the concern. Then income will be clubbed in the hands of the spouse whose total income excluding such income is higher. So രണ്ടുപേർക്കും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിൽ രണ്ടുപേർക്കും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, സാലറി ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, that will be clubbed in the hands of that spouse whose total income before this income is higher. Clear ano? Then where any such income once included in the total income of either spouse, income arising in the succeeding year shall not be clubbed in the total income of other spouse unless assessing officer satisfied after giving that spouse an opportunity of being here that is necessary to do so. No. So നമ്മുടെ ഒരു പ്രീവിയസ് ഇയറിൽ ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്തത്, ഓട്ടോമാറ്റിക് ആയിട്ട് അയാളുടെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുക. ബട്ട് എന്താണ് സ്പൗസിന്റെ ആ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർ കൊടുത്തിട്ട് എന്താണ്, സോ ഇന്ന് ഇത്തവണ മുതലാണ് മറ്റേ ആൾക്കാണ്, മറ്റേ സ്പൗസിനാണ് ടോട്ടൽ ഇൻകം വരുന്നതെന്ന് പ്രൂവ് ചെയ്തിട്ട് അയാൾക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നോർമലി ആരുടെ കൂടെയാണോ പ്രീവിയസ് ഇയറിൽ ക്ലബ് ചെയ്ത് അയാളുടെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്യുന്നത്. So that means എന്താണ് 64 subsection 1 clause 2 അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ നിന്ന് സ്പൗസിന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, സോ സ്പൗസിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാതെ കിട്ടുന്നതാണെങ്കിൽ ദാറ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. സോ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉണ്ട്, അതുകൊണ്ടാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ക്ലബ് ചെയ്യത്തില്ല. സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ശ്രദ്ധിക്കുന്ന. കമ്പനി ആണെങ്കിൽ അസസിയും റിലേറ്റീവ്സും കൂടെ ചേർന്ന് 20% ഓർ മോർ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്, അതർ ദാൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 20% ഓർ മോർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉള്ള ആളായിരിക്കണം അസസിയും റിലേറ്റീവ്സും കൂടെ ചേർന്ന്. ഹോൾസ് ഷെയർസ് ക്യാരിങ് 25% വോട്ടിംഗ് പവർ ഇൻ എക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. Mrs. A is working as a computer software programmer in its private limited at a salary of ₹30,000 per month. She is, however, not qualified for the job. The other income of Mr. A and Mrs. A are 7 lakh and 4 lakh respectively. Compute the gross total income of Mr. A and Mrs. A for the assessment year 23-24, assuming that they do not opt for Section 115 BAC. Section 115 BAC. So second question, will your answer be different if Mrs. A is qualified for the job? നോക്കാം. മിസ്റ്റർ എക്ക് എന്താണ് 25% വോട്ടിംഗ് റൈറ്റ് ഇൻ എക്സ് ലിമിറ്റഡ്, എക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദാറ്റ് മീൻസ് എന്തുണ്ട്, മിസ്റ്റർ എക്ക് എന്തുണ്ട്, എന്താണ് ഈ പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്പൗസിനെ ആരായിട്ട് നിയമിച്ചിരിക്കുന്നു, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ. എന്ത് കൊടുത്തു എന്നിട്ട്, salary ₹30,000 per month. She is, however, not qualified for the job. Other income of Mr. A and Mrs. A are 7 lakh and 4 lakh respectively. So ഇവിടെ എന്താണ് പറയുന്നത്, not qualified for the job. So that means അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ, ചെയ്യും.
സോ നമുക്ക് രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇൻകം, രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. Computation of gross total income. ശ്രദ്ധിക്കണേ, gross total income for the assessment year 23-24. Normally students പറയുന്ന പ്രൊവിഷൻസ് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. particulars ഇതാണ് മിസ്റ്റർ എ, then മിസ്സസ് എ. നോക്കാം നമുക്ക്. സോ മിസ്സസ് എക്ക് ഒരു 30,000 പെർ മന്ത് സാലറി കിട്ടുന്നുണ്ട്. സാലറി, അത് കൂടാതെ രണ്ടുപേർക്കും ഇൻകം പറയുന്നുണ്ട്. എത്രയൊക്കെയാണ് മിസ്റ്റർ എക്ക്? അതർ ഇൻകം. സോ അതർ ഇൻകം ഏതൊക്കെയാണ്? അതർ ഇൻകം മിസ്റ്റർ എയുടെ കയ്യില് 7 lakh, മിസ്സസ് എയുടെ കയ്യില് 4 lakh. സോ ഈ പറയുന്ന 4 lakh ക്ലബ് ചെയ്യുവോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ മിസ്റ്റർ എക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ നിന്ന് സാലറി കിട്ടിയാലാണ്, അല്ലാണ്ട് മിസ്സസ് എയുടെ എല്ലാ ഇൻകം കൊണ്ട് ക്ലബ് ചെയ്യാനല്ല പ്രൊവിഷൻ പറയുന്നത്. അവിടുന്ന് സാലറി കിട്ടിയാൽ, ദാറ്റ് മീൻസ് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഹസ്ബൻഡിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ നിന്ന് സാലറി വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ കേസിൽ എന്താണ് ചെയ്യുന്നത്? സാലറി മിസ്സസ് എക്ക് കിട്ടുന്ന ടാക്സബിൾ സാലറി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. ഏത് ഹെഡില്? സാലറി ഹെഡില്. സോ ഇവിടെ നോക്കാം, വർക്കിംഗ് നോട്ട് ആയിട്ട്. സോ നമുക്ക് ശ്രദ്ധിക്കാം. സോ ആക്ച്വലി ഇതാണ് നമ്മളെ പറഞ്ഞായിരുന്നു, റെസിപ്പിയന്റിന്റെ കയ്യിൽ ആദ്യം ഇൻകം കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. particulars എമൗണ്ട് ഇൻ റുപ്പീസ്. സോ നമുക്ക് എത്രയാണ് പറഞ്ഞത്? സാലറി 30,000 അല്ലെ, മന്ത്ലി സാലറി. ദാറ്റ് മീൻസ് ഇൻറ്റു 12 എത്ര കിട്ടും? 30,000 ഇൻറ്റു 12 3,60,000. സോ സ്റ്റുഡൻസ് നോർമലി വരുന്ന അടുത്ത മിസ്റ്റേക്ക് ആണ്, 3,60,000 ക്ലബ് ചെയ്ത് വെക്കും. ആണോ? സോ സാലറി ആണെങ്കിൽ സാലറിയിൽ മാത്രമുണ്ട് ഡിഡക്ഷൻ. ഏതാണ്? സെക്ഷൻ 16. സെക്ഷൻ 16 വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സെക്ഷൻ 16 ക്ലോസ് 1A എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇപ്പൊ നമ്മള് തിയറി പറഞ്ഞപ്പോൾ, പ്രൊവിഷൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കാണോ കിട്ടുന്നത് അയാളുടെ കയ്യിലെ കറസ്പോണ്ടിങ് ഹെഡില് അയാൾക്ക് കുറയ്ക്കാവുന്ന എക്സ്പെൻഡിച്ചർ, കുറയ്ക്കാവുന്ന ഡിഡക്ഷൻ എല്ലാം കുറച്ചിട്ട് എന്താണ്? നെറ്റ് ഇൻകം അണ്ടർ ദാറ്റ് പർട്ടിക്കുലർ ഹെഡ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ദാറ്റ് ടാക്സബിൾ ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ assessee in the corresponding head. Clear ആണോ? So less standard deduction ഏതായിരുന്നു? സെക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A. എത്രയോടെ കിട്ടും? സാലറി അല്ലെങ്കിൽ 50,000 whichever is higher. എത്രയാണ്? 3,10,000. Then this 3,10,000 will be clubbed in the hands of salary under section 64 subsection 1 clause 2. 64 subsection 1 clause 2 പ്രകാരം എന്ത് ചെയ്യും? will be clubbed in the hands of Mr. A. 3,14,000. സോ മിസ്റ്റർ എയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും? 10,10,000. മിസ്സസ് എയുടെയോ? ഇതും കൂടെ കൊണ്ട് ക്ലബ് ചെയ്ത് വെക്കരുത്. ഈ 4 ലക്ഷം എന്തായിരിക്കും? ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സസ് എ. ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പം എന്നോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് മിസ്സസ് എ ഈസ് എ ക്വാളിഫൈഡ് ഫോർ മിസ്സസ് എ വാസ് ക്വാളിഫൈഡ് ഫോർ ദ ജോബ്? സോ ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? ക്ലബിംഗ് പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 64 അട്രാക്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് എന്താണ്? മിസ്സസ് എയുടെ കൂടെ തന്നെ ആയിരിക്കും. ഇഫ് മിസ്സസ് എ ക്വാളിഫൈഡ് ഫോർ ദ ജോബ്, അങ്ങനെയാണെങ്കിൽ
സോ ഇപ്പൊ കണ്ടുപിടിച്ച സാലറി ഇൻകം എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യൂല. ആരുടെ കൂടെ വരും? സാലറി മിസ്റ്റർ എക്ക് സാലറി ഇല്ല. ഇപ്പൊ കണ്ടുപിടിച്ച 3,10,000 മിസ്സസ് എയുടെ കൂടെ വരും. ദെൻ അതർ ഇൻകം ആണ് 7 lakhs, then 4 lakhs. ആഡ് ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം മിസ്റ്റർ എയുടെ എത്ര വരും? 7 lakhs വരും. മിസ്സസ് എയുടെ എത്ര വരും? 7,10,000. ക്ലിയർ ആണോ? ക്വാളിഫിക്കേഷനോട് കൂടിയാണ് സാലറി കിട്ടുന്നെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ക്ലബ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Mr. B hold shares carrying 30% voting power in Y Private Limited. Mrs. B is working as a accountant in Y Private Limited, getting an income under the head salary computed. So, എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പ്യൂട്ടർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടർ. So that means എന്താണ്? സാലറി ടാക്സബിൾ സാലറി. ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 3,44,000. ക്ലിയർ ആണോ? പിന്നെ അവിടെ കൊണ്ട് കുറയ്ക്കരുത്. Without any qualification in accountancy, Mr. B also receives rupees 30,000 as interest on securities. Mrs. B owns a house property which she has let out. Rent received from tenant is rupees 6,000 per month. Compute gross total income of Mr. B and Mrs. B for the assessment year 23-24. So ഒരു കാര്യം മനസ്സിലാക്കണം. അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിൽ നിന്ന് സാലറിയോ അതേപോലുള്ള എന്തെങ്കിലും കിട്ടിയാലാണ്, അല്ലാണ്ട് അവർക്കുള്ള വേറെ ഇൻകം ഒന്നും ക്ലബ് ചെയ്യൂല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? രണ്ടുപേരുടെയും ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെയും ഗ്രോസ് ടോട്ടൽ ഇൻകം ശ്രദ്ധിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. Computation of gross total income for the assessment year 23-24. Particulars: Mr. B, Mrs. B. Then promoka Mr. B carrying share of 30% voting power. Mrs. B working as accountant. Mrs. B ക്ക് salary കിട്ടുന്നുണ്ട്. Under that salary കിട്ടുന്നുണ്ട്. Computed ആണ് 3,44,000 without any qualification. So qualification ഇല്ലാതെ കിട്ടുന്ന salary ക്ലബ് ചെയ്യോ ഇല്ലയോ? ക്ലബ് ചെയ്യും അല്ലെ? സോ അത് താഴെ വർക്ക് നോട്ട് ആയിട്ട് എഴുതുക as per section 44. സോ ഇവിടെ നമുക്ക് സാലറി ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 എന്താണ്? ക്ലബിംഗ് പ്രൊവിഷനിലൂടെ എന്താണ്? സാലറി കമ്പ്യൂട്ടഡ് ആണ്. നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് ഇറച്ചി കുറയ്ക്കേണ്ട, ഡയറക്റ്റ് എത്ര കൊടുക്കാം? 3,44,000. മിസ്സസ് ബിക്ക് ഇല്ല. ബിക്കോസ് മിസ്സസ് ബിക്ക് കിട്ടുന്ന ആ സാലറി, ആ കമ്പ്യൂട്ടഡ് സാലറി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മിസ്റ്റർ ബി. Mr. B also receives rupees 30,000 as interest on securities. No, so നമ്മൾ ലാസ്റ്റ് നമ്മൾ 5 ഹെഡ് പഠിച്ചു കഴിഞ്ഞോണ്ട് ഹെഡ്സ് ഓഫ് ഇൻകം ഏത് ഹെഡിലാണെന്ന് കറക്റ്റ് ആയിട്ട് എഴുതണം. ഇൻട്രസ്റ്റ് കിട്ടുന്നത് സാലറിയിൽ വരുമോ? എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം. ദെൻ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുമോ? ഇല്ല. ദെൻ ബിസിനസ്സിലോ ക്യാപിറ്റൽ ഗെയിനിലോ വരുമോ? ഉണ്ടോ? ഇൻട്രസ്റ്റ്. സോ എന്താണ്? ഒരു ഹെഡിലും വരത്തില്ല എങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 56 പ്രകാരം, സെക്ഷൻ 1 പ്രകാരം എന്താണ്? എവിടെയാണ് വരുന്നത്? IFOS. സോ IFOS ആരുടെ ഇൻകം ആണ്? മിസ്റ്റർ ബിയുടെ ഇൻകം ആണ്. എത്രയാണ്? 30,000. മിസ്സസ് ബിക്ക് ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ, മിസ്സസ് ബി ഓൺസ് ഉണ്ടോ? മിസ്സസ് ബിയുടെ പേരിലാണ്. മിസ്സസ് ബി ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഷീ ഹാസ് ലെറ്റ് ഔട്ട്. So rent received from tenant is rupees 6,000 per month. Rupees 6,000 per month. Compute gross total income.
കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ ഇവിടെ എന്തുണ്ട്? ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്. ആർക്കുണ്ട്? മിസ്റ്റർ ബിക്ക് മിസ്സിസ് ബിക്ക്. എത്രയാണ് കിട്ടുന്നത്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം സെക്ഷൻ 22 ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഇവിടെ മുനിസിപ്പൽ വാല്യൂഷൻ ഓഫ് എയർ റെന്റോ സ്റ്റാൻഡേർഡ് റെന്റോ ഒന്നും തന്നിട്ടില്ല. എന്താണ്? ആക്ച്വൽ റെന്റ് ഉണ്ട്. 6000 × 12 ആക്ച്വൽ റെന്റ്. അതായിരിക്കും എന്ത് എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട് വരുന്നത്. ആനുവൽ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണ്? ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത് 6000 × 12. 6000 × 12 എത്ര വരും? 72,000. സോ ഗ്രോസ് ആനുവൽ വാല്യൂ മൊത്തമായിട്ട് എടുക്കുവോ? സോ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ ജസ്റ്റ് 72,000 എടുത്താൽ ഗോൺ. നമുക്ക് അതല്ല ഇൻകം. കറസ്പോണ്ടിങ് ഹെഡിൽ വരാവുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും എല്ലാ ഡിഡക്ഷനും. സോ നമ്മൾ നേരത്തെ കേസിൽ കമ്പ്യൂട്ടഡ് എന്നൊക്കെ ഇല്ലാത്ത കേസിൽ സാലറി, ക്ലബ് ചെയ്യുന്ന സാലറി ആയിട്ട് പോലും എന്ത് കുറച്ചു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ്? സെക്ഷൻ 24. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഒന്നുമില്ല. സോ അവിടെ നമുക്ക് എന്ത് പറയാം? നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണ്? 72,000 ആണ്. സോ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് എന്തുണ്ട്? അണ്ടർ സെക്ഷൻ 24 ഡിഡക്ഷൻ ഉണ്ട്. എന്തിൽ മാത്രമുള്ളതാണ്? ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രം. അണ്ടർ സെക്ഷൻ 24 ഡിഡക്ഷൻ. സോ അതിനകത്ത് എന്താണ് വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത്? 24 ക്ലോസ് എ 30% ഫ്ലാറ്റ് NAV 30% NAV. ദെൻ എന്താണ്? ബിയിൽ എന്താണ്? ഇൻട്രസ്റ്റ്. ഇവിടെ ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 30% ഇൻറ്റു NAV. 30% ഇൻറ്റു NAV 72,000 30%. 72,000 ഇൻറ്റു 30%. 21,600. സോ അത് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 50,400. രണ്ടുപേരുടെയും ഇൻകംസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും? ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ബി. മിസ്റ്റർ ബിക്ക് എന്താണ്? ഒരു 30,000 അയാളുടെ ഇൻകം കൊണ്ട് ക്ലബ് ചെയ്ത് വരുന്ന 3,44,000. സോ എത്ര വരും? 3,74,000. 3,74,000. ദെൻ ഇവർക്ക് എന്താണ്? സാലറി ഉണ്ടായിരുന്നു. ബട്ട് അതെന്ത് ചെയ്തു? മിസ്റ്റർ ബിയുടെ കൂടെ ക്ലബ് ചെയ്തു. Therefore വരുന്ന മിച്ചം വരുന്ന എത്രയുള്ളൂ? ഗ്രോസ് ടോട്ടൽ ഇൻകം മിസ്സസ് ബിയുടേത് 50,400. 50,400 കിട്ടിയ ആൻസർ എല്ലാവർക്കും. നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഈ 72,000 കൊണ്ട് ക്ലബ് ചെയ്യും. അല്ലാതെ പിന്നെ വരുന്ന മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാത് ഹെഡിൽ കിട്ടാവുന്ന എക്സ്പെൻഡിച്ചറും ഡിഡക്ഷനും എല്ലാം കുറച്ചിട്ട് റെസിപ്പിയന്റിന്റെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ 72,000 ഇപ്പൊ ചാടിക്കേറി അത് 72,000 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല. സോ റെന്റ് കിട്ടുകയാണെങ്കിൽ അത് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ച് കിട്ടുന്ന ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 24 ഡിഡക്ഷൻ കിട്ടും. വേറെ ഒന്നും ഇല്ലെങ്കിലും എത്രയാണ്? നെറ്റ് ആനുവൽ വാല്യൂ ഉണ്ടോ? അതിന്റെ പുറത്ത് എന്ത് കിട്ടും? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ആ ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന എത്രയാണ്? 50,400 ആണ്. മിസ്സസ് ബിക്ക് ടോട്ടലി ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് 50,400 ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മിസ്റ്റർ എ ആകെ അവർക്ക് 30,000 ഉള്ളൂ. സോ ഇവിടെ 30,000 ഉള്ളൂ. ഇവിടെ 50,400 ഉണ്ട്. രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാണ്. ആവശ്യമില്ലാത്ത പ്രൊവിഷൻ അപ്ലൈ ചെയ്യരുത്. ഇവിടെ എന്താണ്? മിസ്റ്റർ ബിക്ക് മാത്രമേ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. Therefore മിസ്റ്റർ ബിക്ക് കിട്ടുന്ന ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്സസ് ബിക്ക് കിട്ടുന്ന ഇൻകം ക്ലബ് ചെയ്തു. സാലറി ആയിരുന്നു, അത് ക്ലബ് ചെയ്തു. ദെൻ അതർ ഇൻകം അത് ക്ലബ് ചെയ്യൂല. അവരുടെ ഓണർഷിപ്പിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാ ഇൻകവും ക്ലബ് ചെയ്യണം എന്നല്ല 64 പറയുന്നത്. മിസ്റ്റർ ബിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അവിടുന്ന് സാലറി വാങ്ങിച്ചാൽ ദാറ്റ് സാലറി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ ബി. കിട്ടിയ ആൻസർ എല്ലാവർക്കും. നെക്സ്റ്റ് വൺ. സോ നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? സെക്ഷൻ 60 അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ ക്ലബ് ചെയ്യുന്ന പ്രൊവിഷൻ. ദെൻ സെക്കൻഡ് വൺ ട്രാൻസ്ഫർ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ റിവോക്കബിൾ ട്രാൻസ്ഫർ. സോ സെക്ഷൻ 62 പറയുന്നത് എക്സെപ്ഷൻ. സോ റിവോക്കബിൾ ആണ്, ബട്ട് ലൈഫ് ടൈമിലേക്ക് റിവോക്കബിൾ അല്ല എങ്കിൽ സെക്ഷൻ 61 ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത് സെക്ഷൻ 62. ദെൻ
സെക്ഷൻ 64 നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 എന്തായിരുന്നു? അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണില് സ്പൗസിന് വിതൗട്ട് എനി ക്വാളിഫിക്കേഷൻ റെമ്യൂണറേഷൻ എന്തെങ്കിലും കിട്ടിയാൽ ദാറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. ക്ലിയർ അപ്പ് ടു ദിസ് പോയിന്റ്? Then 64 subsection 1 clause 4 asset transferred to spouse. Okay, section 64 subsection 1 clause 4. Then ഈ സെക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. അസെറ്റ് എന്ത് ചെയ്തു? transfer to spouse. Asset transferred to spouse. No. Without consideration, without adequate consideration. That means inadequate consideration. Asset spouse in transfer ചെയ്തു inadequate consideration. Okay. എപ്പോഴും ഇവിടെ സ്റ്റുഡൻസ് ഈ സെക്ഷനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. സോ അസറ്റ് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്താൽ സ്പൗസിനാണെങ്കിൽ റിലേറ്റീവിന്റെ ഡെഫിനിഷനിലാണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വന്നാൽ എത്ര വലിയ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലും എന്താണ്? IFOസിൽ ഒന്നും തന്നെ അട്രാക്ട് ചെയ്യില്ല. പക്ഷെ ഉണ്ടോ, ഈ അസറ്റിനെ കുറിച്ചല്ല പറയുന്നത്. അസറ്റ് ഉണ്ട്, ഇൻകം എറൈസിംഗ് ഫ്രം അസറ്റ്. ഇൻകം എറൈസിംഗ് ഫ്രം അസറ്റ് അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി. സോ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് എന്താണ്? അതർ ദാൻ HP. സോ HP മാത്രം എടുത്തു കളയാൻ കാര്യം എന്താണ്? HP ക്ക് മാത്രം സെക്ഷൻ 27 ഉണ്ട്, ഡീംഡ് ഓണർ. HP ക്ക് മാത്രം എന്താണ്? ഓവർ റൈഡിങ് സെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്തും എടുക്കാത്തത്? HP ഹൗസ് പ്രോപ്പർട്ടി എടുത്ത് അതർ ദാൻ ഇൻകം എറൈസിംഗ് ഫ്രം അസറ്റ്. സോ ഏത് അസറ്റും ആയിക്കോട്ടെ എന്താണ്? സ്പൗസിന് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ എന്താണ്? പക്കാ ട്രാൻസ്ഫർ ആണ്. ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ആ അസറ്റ് യൂസ് ചെയ്ത് ഇൻകം എറൈസിംഗ് ഫ്രം അസറ്റ് അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു സ്പൗസ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അസറ്റിൽ നിന്നാണ് ഇങ്ങനെ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ സ്പൗസിന് വന്ന അസറ്റിൽ നിന്ന് സ്പൗസ് എന്ത് ചെയ്യാണ്? ഇൻകം ജനറേറ്റ് ചെയ്താൽ ദാറ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. സ്റ്റുഡൻസ് നോർമലി ഈ അസറ്റിന്റെ ഈ IFOs കൂടെ പഠിക്കുമ്പോൾ അതൊരു ഡൗട്ട് വരാറുണ്ട്. അസറ്റിനെ കുറിച്ചല്ല പറയുന്നത്. സോ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ വന്ന അസറ്റ് ആണ്. ആ അസറ്റിൽ നിന്ന് സ്പൗസ് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്താൽ ദാറ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ അല്ലെങ്കിൽ സ്പൗസ്. Then exceptions. Section 64 subsection 1 clause 4 exception വരുന്നത് the following clubbing portion shall not be attracted when asset is transferred for adequate consideration. That means പക്ക സെയിൽസ് അല്ലെങ്കിൽ പക്ക ട്രാൻസ്ഫർ. സോ ഈ സ്പൗസ് ആണെന്നുണ്ടെങ്കിൽ നോക്കാതെ ഒരു തേർഡ് പേഴ്സൺ വന്നാൽ എത്രയാണോ വിൽക്കുന്ന ആ ഒരു ഫണ്ട് കൊടുത്തിട്ടാണ്, കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. എന്തായിരിക്കണം? ഒന്നുകിൽ വിത്തൗട്ട് എനി കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ആയിരിക്കണം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. സോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു. സോ ഹൗസ് പ്രോപ്പർട്ടി അല്ലാതെ വേറെ ഒരു അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരുന്നു. സോ അത് സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്? IFOs റിലേറ്റീവ് ഡെഫിനിഷൻ വെച്ചിട്ട് രക്ഷപ്പെട്ടു പോകും. സോ ഒരു ഉദ്ദേശം എന്താണ്? പറഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡിന് ഒരു സാലറി ഉണ്ട്, അത് കൂടാതെ ഒരു ഇൻകം കൂടെ ഉണ്ടായിരുന്നു, റെന്റൽ ഇൻകം എന്തോ ആയിക്കോട്ടെ. സോ അത് നേരെ എന്ത് ചെയ്തു? സോ ഇയാൾക്ക് ടാക്സ് കൂടുതൽ വരുന്നതുകൊണ്ട് നേരെ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു? സ്പൗസിന്റെ പേരിൽ മാറ്റി. ദെൻ സ്പൗസിന് ഫ്രീ ആയിട്ട് കൊടുത്തു. ദെൻ സ്പൗസ് ആ അസറ്റ് യൂസ് ചെയ്ത് ഇൻകം ജനറേറ്റ് എന്താണ്? ഇത് സ്പൗസിന്റെ ഓണർഷിപ്പിലുള്ളതാണ്, അതുകൊണ്ട് സ്പൗസിനാണ് വരേണ്ടതെന്ന് പറഞ്ഞ് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്താണ്? ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇങ്ങനെ ട്രാൻസ്ഫർ ഉദ്ദേശിച്ചത് എന്താണ്? ടാക്സ് വേഷൻ ആണ്. സോ എന്ത് ചെയ്യും? അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം ഫ്രം ദാറ്റ് പർട്ടിക്കുലർ അസറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ട്രാൻസ്ഫറർ. ക്ലിയർ ആണോ? ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ അട്രാക്ട് ചെയ്യില്ല. Then adequate. Then section there is transfer is under agreement to live apart. So that means they are separated. So the കോർട്ടിൽ നിന്നുള്ള agreement to live apart അതിനെ ജീവനാംശം കൊടുക്കുന്ന പോലെയാണ് വരുന്നെങ്കിൽ will not attract.
Then section 27 house property ആണെങ്കിൽ section 27 deemed owner എന്ന് പറയുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. ഇവിടെ ക്ലബിംഗ് പ്രൊവിഷൻ ആവശ്യമില്ല, ഓൾറെഡി അത് ക്ലബിംഗ് പോലെ തന്നെയാണ് വരുന്നത്. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും ആരെ ഓണറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെ തന്നെ ഓണറായിട്ട് കാണും. സോ അതുകൊണ്ട് ക്ലബിംഗ് പ്രൊവിഷൻ വേണ്ട. ഡീംഡ് ഓണർഷിപ്പ് ക്രൈറ്റീരിയ വെച്ചിട്ട് ആരെ തന്നെ ടാക്സ് ചെയ്യും, ട്രാൻസ്ഫറെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. Transfer is made before marriage. On the date of accrual of income, transferee is not the spouse of transferor. No, ഈ കേസിലെല്ലാം ട്രാൻസ്ഫർ ഈ കേസിൽ ഒന്നും തന്നെ എന്താണ് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. Then note, where the asset transferred directly or indirectly by an individual to his spouse are invested by transferee in the business, proportionate income arising from such investment is to be clubbed in the total income of the transferor. Okay, നമുക്ക് രണ്ട് തവണ ഇന്റർമീഡിയറ്റ് ലെവലിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു നോട്ടിന്റെ ബേസിലാണ്. Then second one, ഈ രണ്ട് നോട്ടിന്റെ ബേസിസിലാണ് നമുക്കൊരു രണ്ട് തവണ ഇന്റർമീഡിയറ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻകം arising to transferee from the accretion of such property shall not be clubbed in the total income of the transferor. Shall not be clubbed in the total income of the transferor. So no, business invest ചെയ്താൽ ആ പറയുന്ന proportionate income will be clubbed in the hands of the transferor. So very important, section 64 subsection 1 clause 4 എന്താണ് asset other than house property transferred to spouse without consideration അല്ലെങ്കിൽ for inadequate consideration, then ആ അസറ്റിൽ നിന്നുണ്ടാകുന്ന income will be clubbed in the hands of the transferor. Then inadequate consideration അല്ലാതെ adequate consideration ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ വരത്തില്ല, എഗ്രിമെന്റ് ലീവ് ആണെങ്കിൽ വരത്തില്ല, ട്രാൻസ്ഫർ മെയ്ഡ് ബിഫോർ മാരേജ് ആണെങ്കിൽ വരത്തില്ല. ട്രാൻസ്ഫർ ഇൻകം അക്രൂ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ട്രാൻസ്ഫറും തമ്മില് റിലേഷൻഷിപ്പ് സ്പൗസ് എന്ന റിലേഷൻഷിപ്പ് ഇല്ല, ദേ ആർ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവിടെയും എന്താണ് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വേർ അസറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ ആൻ ഇൻഡിവിജ്വൽ ടു സ്പൗസ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ദ ട്രാൻസ്ഫറി. സോ ഹസ്ബൻഡ് വൈഫിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു, ഫണ്ട് കൊടുത്തു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. സോ ആ ഫണ്ട് എന്താണ് വൈഫിന്റെ ബിസിനസ്സിൽ ഇട്ടാൽ അതിൽ നിന്നുണ്ടാക്കുന്ന ഇൻകം പ്രപ്പോർഷനേറ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ. ബട്ട് അക്രീഷൻ, സോ ഇത് അതായത് ഇപ്പം 10 lakh rupees SSC സ്പൗസിന് കൊടുത്തു, SSC സ്പൗസിന് കൊടുത്തു. ദെൻ അതിൽ നിന്ന് ഫസ്റ്റ് ഇയറിൽ 1 lakh rupees ഇൻട്രസ്റ്റ് കിട്ടിയാൽ ദാറ്റ് 1 lakh വിൽ ബി ക്ലബ്ഡ്. സോ സെക്കൻഡ് ഇയറിൽ എൻറ്റയർ 11 lakh അവര് എന്താണ് ഇൻവെസ്റ്റ് ചെയ്താൽ ആ അക്രീഷൻ ഉണ്ടായ 1 lakh അതിന്റെ പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് എന്താണ് ക്ലബ് ചെയ്യൂല. അതാണ് രണ്ടാമത് പറയുന്ന പോയിന്റ്. So 64 subsection 1 clause 4 clear ആണോ? Next question. Question 4 നോക്കാം. Mr. V started a proprietary business on 1/4/2021 with a capital of rupees 5 lakh. He incurred a loss of rupees 2 lakh during the previous year 21-22. To overcome the financial position, his wife, Mrs. V, a software engineer, gave a gift of rupees 5 lakh as on 1/4/2022, which was immediately invested in the business of Mr. V, and he earned a profit of rupees 4 lakh during the year 22-23. Compute amount to be clubbed in the hands of Mrs. V for the assessment year 23-24 if Mrs. V gave the said amount as loan. Okay, next question, what would be the amount to be clubbed? So രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Mr. V started a proprietary business on 1/4/2021. So 1/4/21 ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ 5 lakh rupees ക്യാപിറ്റൽ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 5 lakh rupees. ദെൻ ആ പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയർ 21-22 അയാൾക്ക് എന്ത് സംഭവിച്ചു? ലോസ്. ഹി ഇൻകർഡ് എ ലോസ് ഓഫ് rupees 2 lakhs. ലോസ് 2 lakh. നമ്മൾ നോർമലി ക്യാപിറ്റൽ
സോ നമ്മൾ അക്കൗണ്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിനകത്ത് പുതിയതായിട്ട് ക്യാപിറ്റൽ ഇൻക്രീസ് അഡീഷൻസ്, ദെൻ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ആ കിട്ടുന്നതിന്റെ കൂടെ എന്താണ് നമ്മുടെ ആ ഇയറിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് 1/4/2021 5 ലക്ഷം കൊണ്ടുവന്നു. ആ പീരീഡിൽ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡ്രോയിങ്സിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ബട്ട് ഹി ഇൻകർ എ ലോസ് ഓഫ് ₹2 lakhs. സോ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ, അതായത് ആസ് ഓൺ 1/4/2022 അയാളുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും? സോ 5 ലക്ഷം ക്യാപിറ്റൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, അയാൾക്ക് ഒരു 2 ലക്ഷം ലോസ് വന്നു. സോ അയാൾ നേരെ എന്ത് ചെയ്യും? അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവന്നിട്ട് ക്യാപിറ്റലിലേക്ക്, അല്ലെ? സോ എന്താണ് ക്യാപിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും നോർമലി ഉള്ളത് പ്ലസ് അഡീഷൻസ് ഉണ്ടെങ്കിൽ അത്, പ്ലസ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, അതിന്റെ കൂടെ ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. സോ 5 ലക്ഷം സ്റ്റാർട്ട് ചെയ്തു, 2 ലക്ഷം കൂടെ കിട്ടിയപ്പോൾ അയാൾക്ക് എത്ര വരും? ക്യാപിറ്റൽ 3 lakhs ഉണ്ട് അയാളുടെ. ദെൻ അല്ലെ, ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? 3 lakh വന്നത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ദെൻ ഇയാളുടെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? അയാളുടെ സ്പൗസ് ഉണ്ടോ? സോ ഇപ്പോഴും നോർമലി നമ്മൾ മിസ്റ്റർ എക്സ് മിസ്സസ് വരുന്നുണ്ട്, ഇവിടെ നേരെ തിരിച്ചു വന്നിരിക്കുന്നു. സോ അതുകൊണ്ട് ഇവിടെ ആരാണ്? വൈഫാണ് ഗിഫ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇനാഡിക്വേറ്റ് കൺസിഡറേഷനകത്ത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ അയാളുടെ മിസ്റ്റർ വിയുടെ വൈഫ് അല്ലെങ്കിൽ സ്പൗസ്, മിസ്റ്റർ വി, ഇവിടെ മിസ്സസ് വി എന്ത് ചെയ്തു? ഈ പറയുന്ന ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അയാൾ എന്ത് ചെയ്തു? അവർക്ക് വേറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അവരൊരു 5 lakh rupees എന്ത് ചെയ്തു? അയാൾക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ഉണ്ടോ? നമ്മുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു. എനി അസറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. സോ ഒരു 5 ലക്ഷം കൂടെ കൊടുത്തു. ഇയാൾ എന്ത് ചെയ്തു? ഇയാള് മിസ്റ്റർ വിക്ക് കൊടുത്തു. ഈ മിസ്റ്റർ വി കിട്ടിയ ഉടനെ വിച്ച് വാസ് ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. ഉണ്ടോ? ഈ 5 ലക്ഷം കിട്ടുമ്പോഴത്തേക്കും എന്താണ്? അവര് റിലേറ്റീവിന്റെ സ്കോപ്പിൽ ഡെഫിനിഷനിൽ വരുന്നതാണ്, അതുകൊണ്ട് അവർക്ക് ടാക്സബിലിറ്റി ഇല്ല. പക്ഷെ അതിൽ നിന്ന് ഉണ്ടോ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടുന്ന ഇൻകം, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ, സോ നേരത്തെ നമ്മൾ നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ കിട്ടുന്ന ഫണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബിസിനസ്സിൽ കിട്ടുന്ന ഇൻകത്തിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? പ്രപ്പോർഷനേറ്റ് ഇൻകം എന്ത് ചെയ്യണം? ഇൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്സസ് അല്ലെങ്കിൽ സ്പൗസ്, മിസ്സസ് വി. ഇവിടെ 3 ലക്ഷം അയാളോടെ കിട്ടിയ ഉടനെ 5 ലക്ഷം ഉടനെ എന്ത് ചെയ്തു? ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്നു. അയാൾ എന്ത് ചെയ്തു? 8 ലക്ഷം ഉണ്ടോ? സോ ദാറ്റ് മീൻസ് അയാളുടെ ക്യാപിറ്റൽ, അയാളുടെ ബിസിനസിന്റെ ക്യാപിറ്റൽ ആസ് ഓൺ 1/4/2022 8 ലക്ഷം വെച്ചിട്ട് അയാള് ബിസിനസ് ചെയ്തു. ദെൻ അങ്ങനെ ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്തപ്പോൾ which was immediately invested in the business of Mr. V. He earned a profit of ₹4 lakh. So previous year 22-23 എന്ത് ചെയ്തു? ഈ 8 ലക്ഷം കൊണ്ട് ബിസിനസ് ചെയ്യണ്ട. ശ്രദ്ധിച്ചോണം, 3 ലക്ഷം കൊണ്ടല്ല, 8 ലക്ഷം കൊണ്ട് അയാൾ ബിസിനസ് ചെയ്തപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് എത്ര വന്നു? പ്രോഫിറ്റ് 4 ലക്ഷം. പ്രോഫിറ്റ് 4 ലക്ഷം വന്നു. ഓക്കെ, സോ പ്രോഫിറ്റ് 4 ലക്ഷം വന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് 4 ലക്ഷം വന്നു. സോ 4 ലക്ഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് പ്രകാരം എന്താണ്? പ്രോഫിറ്റിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? മിസ്സസ് വിയുടെ കൂടെ ക്ലബ് ചെയ്യണം. സോ ആകെ 4 ലക്ഷമാണ് പ്രോഫിറ്റ് വന്നത്. ദെൻ എമൗണ്ട് ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ്, amount clubbed in the hands of Mrs. V. ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 4 ലക്ഷമാണ് കിട്ടിയത്. അയാൾ എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 4 ലക്ഷം കിട്ടിയത്? 8 ലക്ഷം. ഈ 8 ലക്ഷത്തില് 5 ലക്ഷം ആരുടെയാണ്? മിസ്സസ് വിയുടെ ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആണ് പ്രപ്പോർഷനേറ്റ്. സോ 4 ലക്ഷമാണ് എനിക്ക് ടോട്ടൽ കിട്ടിയത്. 4 ലക്ഷം എപ്പോഴാണ്? ടോട്ടൽ 8 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 4 ലക്ഷം കിട്ടിയത്. അതിൽ 5 ലക്ഷം ആരുടെയാണ്? എങ്ങനെ കിട്ടിയാണ്? വിത്തൗട്ട് കൺസിഡറേഷൻ സ്പൗസിന്. ദാറ്റ് മീൻസ് ഈ 4 ലക്ഷത്തില് 4 ലക്ഷം പ്രോഫിറ്റില് ഈ എമൗണ്ട്, അതായത് പ്രോഫിറ്റ് കറസ്പോണ്ട്, ദാറ്റ് മീൻസ് പ്രപ്പോർഷനേറ്റ് പ്രോഫിറ്റ് കറസ്പോണ്ട്സ് ടു 5 lakh will be clubbed in the hands of Mrs. V. Okay, so amount എത്ര വരും? 5 lakh. 4 lakh divided by
4 lakh into 5 divided by 8. 20. 2,50,000. 2,50,000 will be clubbed in the hands of Miss. That means in 4 ലക്ഷത്തില് 2,50,000 ടാക്സ് ആരടയ്ക്കും? മിസ്സിസ് വി അടക്കണം. 1,50,000 ടാക്സ് ആരടച്ചോളും? മിസ്റ്റർ വി അടച്ചോളും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. പ്രീവിയസ് ഇയർ, അതായത് അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 23-24 ബാക്കി 4 ലക്ഷം ഇൻകം ഉണ്ടാകുന്നുണ്ട്. അതില് നമ്മുടെ ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെ മിസ്റ്റർ വിക്ക് എത്രയാണ്? 1,50,000 ഇൻകം ആയിരിക്കും വരുന്നത്. ബിസിനസ്സിൽ നിന്ന് മിസ്സിസ് വിക്ക് 2,50,000. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിട്ടില്ല, ബട്ട് ഉണ്ടോ ആ അക്രീഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നോക്കാം, നമ്മുടെ അടുത്ത പ്രീവിയസ് ഇയറില്. സോ അടുത്ത ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ 1/4/2023 അയാളുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും? അയാളുടെ ക്യാപിറ്റൽ സോ നേരത്തെ എത്രയായിരുന്നു? 3 ലക്ഷം ഉണ്ടായിരുന്നു. അല്ല, 8 ലക്ഷത്തിലാണ് അയാൾ പ്രോഫിറ്റ് ചെയ്തത്. 8 ലക്ഷത്തിനാണ്. സോ ഈ വർഷം പ്രോഫിറ്റ് എത്ര കിട്ടി? 4 ലക്ഷം കിട്ടി. ഓക്കെ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നോർമലി സ്റ്റുഡൻസ് ഈ പറഞ്ഞ ഇൻകം ടാക്സും അക്കൗണ്ട്സും കൂടെ തെറ്റിക്കുന്നത്. സോ ഇവിടെ കണ്ടോ, എൻറ്റയർ 4 lakh ഇതെന്താണ്? ഇൻകം ടാക്സ് പർപ്പസിന് മാത്രം. ദാറ്റ് മീൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സിങ് മാത്രമാണ് എന്താണ് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുന്നത്. അയാളുടെ ബിസിനസ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ് അല്ലെ. സോ കണ്ടിന്യൂയിങ് പ്രോസസ്. അയാൾ എന്താണ് 8 ലക്ഷത്തില് വൈഫ് കൊടുത്ത 8 ലക്ഷം കൂടെ വെച്ച് ബിസിനസ് ചെയ്തു. അത് വെച്ചിട്ട് എന്താണ് ഒരു 4 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി. ദാറ്റ് മീൻസ് അയാളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര വരും? 12 ലക്ഷം. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രീവിയസ് ഇയർ, അതായത് 23-24 എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ 23-24 ജസ്റ്റ് ഒരു എമൗണ്ട് പറയാണ്. അയാൾ വീണ്ടും ഒരു 4 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി വിചാരിക്കുക. എത്രയായിരിക്കും ക്ലബ് ചെയ്യുന്നത്? പറയാം. ഇവിടെയാണ് ശ്രദ്ധിക്കണ്ടോ, അക്രീഷന് പുറത്തു വരുന്നത് ക്ലബ് ചെയ്യൂല. ഈ പ്രീവിയസ് ഇയറിൽ 4 ലക്ഷം കിട്ടി. എപ്പോഴാണ് 4 ലക്ഷം കിട്ടിയത്? 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ്. ദെൻ ഈ 12 ലക്ഷത്തിൽ അയാൾക്ക് സ്പൗസിന്റെ കയ്യിൽ നിന്ന് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടിയ എത്രയാണ്? സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് 4 ലക്ഷം 5 ലക്ഷം അന്ന് കിട്ടി, ഈ പറയുന്ന 2.5 ലക്ഷം കൂടെ കൂട്ടി വെക്കും. ആണോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? സോ അത് അയാൾ ബിസിനസ് ചെയ്ത് അതിന്റെ പുറത്ത് അക്രീഷൻ ഉണ്ടാക്കിയെടുത്താണ്. അതെന്ത് ചെയ്യൂല? ക്ലബ് ചെയ്യൂല. സോ ഈ 12 ലക്ഷത്തില് എത്ര മാത്രമേ ഉള്ളൂ വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയത്? 5 ലക്ഷം. ക്ലിയർ ആണ് എല്ലാവർക്കും? വിത്തൗട്ട് കൺസിഡറേഷൻ ഒരു അസറ്റ് കിട്ടി. അസറ്റിന് അക്രീഷൻ ഉണ്ടാകുന്നത് നമ്മൾ എന്തായിട്ട് കൂട്ടില്ല, ക്ലബിങ്ങിലേക്ക് വരത്തില്ല. ഇവിടെ ഈ പറയുന്ന 7,12,000 7,50,000 എന്ന് വരത്തില്ല. 12 ലക്ഷത്തിന് 4 ലക്ഷം 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 4 ലക്ഷം കിട്ടിയത്. ഇൻടു എനിക്ക് എക്സാക്ട്ലി കിട്ടിയ ആ കൺസിഡറേഷൻ വെച്ചിട്ട് ആൻസറിലേക്ക് വരും. വരും 1,66,667 ആയിരിക്കും ക്ലബ് ചെയ്യുന്ന എമൗണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ്? ക്ലിയർ ആണോ? സജീഷ് ക്ലിയർ ആണോ? ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പറയാം. പ്രീവിയസ് ഇയർ 21-22 മിസ്റ്റർ എക്സ് gifted rupees 10 lakhs to Mrs. X. So the 10% interest rate bank invest. Okay. So previous year 21-22 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 22-23 10 lakh rupees ആണ്. സോ 10 lakhന്റെ 10% ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് എത്രയാണ്? 1 lakh. ക്ലബ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? സോ 10 lakh rupees ആണ് ഗിഫ്റ്റ് കൊടുത്തത്. ഗിഫ്റ്റ് കിട്ടിയ ഉടനെ അയാൾ എന്ത് ചെയ്തു? സ്പൗസ് അത് ഇൻവെസ്റ്റ് ചെയ്തു. ബാങ്ക് 10% ഇൻട്രസ്റ്റ് കൊടുത്തു. ദാറ്റ് മീൻസ് 1 lakh rupees ഇൻട്രസ്റ്റ് കിട്ടി. എത്രയായിരിക്കും ക്ലബ് ചെയ്യുന്ന എമൗണ്ട്? ക്ലബ് ചെയ്യുന്ന എത്രയായിരിക്കും? അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്ത് 1 lakh rupees ഇൻകം കിട്ടി. ക്ലബ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും?
1 lakh. So that means then അടുത്ത previous year 22 23 ഇതാണ് ഈ വേണ്ട ആ ബാങ്കിൽ കണക്കാണ് ഈ 11 ലക്ഷവും ഇൻവെസ്റ്റ് ചെയ്തു at the rate 10%. So തിരിച്ച് എത്ര കിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് 1,10,000 കിട്ടും ഈ കേസിൽ ഈ ഇയറിൽ അതായത് നമ്മുടെ അസസ്മെന്റ് ഇയർ 23-24 അസസ്മെന്റ് ഇയർ 23-24 ക്ലബ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്ന് പറയാമോ ക്ലബ് ചെയ്യുന്നുണ്ടോ സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് 1,10,10,000 ആണ് കിട്ടിയിരിക്കുന്നത് 1,10,10,000 ആണ് ഈ വർഷം നമുക്ക് 1 ലക്ഷം കിട്ടി കംപ്ലീറ്റ് ഇതാണ് ഈ ഇത് എൻറ്റയർ 10 lakh ഗിഫ്റ്റ് കിട്ടിയാണ് നമ്മൾ 1 lakh എടുത്തു സോ ഇവിടെ എന്താണ് ആ 1 lakh കൂടെ ചേർത്ത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 11 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത് 1,10,000 സോ നമുക്ക് നോക്കാം ഉണ്ടോ അക്രീഷന്റെ പുറത്ത് ഉണ്ടോ നമുക്ക് 10 lakh ആണ് കിട്ടിയത് അതിനകത്ത് അതിന്റെ പുറത്ത് ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടിയ അക്രീഷൻ ആണ് 1 lakh ഉണ്ടോ ഇതിന്റെ രണ്ടിന്റെയും പുറത്താണ് നമുക്ക് 10% കിട്ടുന്നത് ഉണ്ടോ ഈ അക്രീഷൻ ഇല്ലാത്ത ഈ വാല്യൂവിന്റെ പുറത്ത് കിട്ടുന്നത് എത്രയാണ് ഇതിന്റെ പുറത്ത് കിട്ടുന്നത് 1 lakh ആണ് ഈ അക്രീഷന്റെ പുറത്ത് കിട്ടുന്നത് 10,000 സോ ഈ അക്രീഷന്റെ പുറത്ത് കിട്ടുന്നത് എന്ത് ചെയ്യൂല ടാക്സ് ചെയ്യൂല ദാറ്റ് മീൻസ് ഉണ്ടോ ഈ 11 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1,10,000 കിട്ടിയായിരുന്നു ഈ 1 ലക്ഷം എന്ത് ചെയ്യും ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും ഈ 10,000 എന്താണ് 10 ലക്ഷം കിട്ടി അതിന്റെ പുറത്ത് അക്രീഷൻ ഉണ്ടായ 1 ലക്ഷത്തിന് പുറത്ത് കിട്ടിയാണ് ഇത് ക്ലബ് ചെയ്യത്തില്ല ഇത് ആരുടെ കൂടെ തന്നെ ടാക്സ് ചെയ്യും മിസ്സിസ് എക്സിന്റെ കൂടെ ടാക്സ് ചെയ്യും ഇത് ക്ലബ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ് ക്ലിയർ ആണോ ആദ്യത്തെ വർഷം 1 ലക്ഷമാണ് കിട്ടിയത് അത് മൊത്തം എന്ത് ചെയ്യും ക്ലബ് ചെയ്യും ബട്ട് അതെന്താണ് ക്ലബ് ചെയ്യേണ്ട ടാക്സ് പ്രൊവിഷൻ ആണ് ആ 1 ലക്ഷം അയാൾ ക്ലബ് ചെയ്യുക മീൻസ് സ്റ്റുഡൻസ് നോർമലി തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട് ക്ലബ് ചെയ്യുക മീൻസ് അയാൾ എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല സോ സ്പൗസിന് 10 ലക്ഷം കൊടുത്തു അതോടുകൂടി അത് തീർന്നു ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ഇൻകം ടാക്സ് പർപ്പസിന് ആരുടെ കൂടെയാണ് ഇൻകം കാണേണ്ടത് ഈ 1 ലക്ഷം അയാൾ എടുത്തുകൊണ്ട് പോകുന്നൊന്നുമില്ല മിസ്റ്റർ എക്സ് എടുക്കുന്നില്ല ബട്ട് ഇൻകം ടാക്സ് പർപ്പസിന് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 4 പ്രകാരം എന്തെയും ക്ലബ് ചെയ്യും ദെൻ ടാക്സ് ചെയ്യും അടുത്ത വർഷം ആകുമ്പോൾ എന്താണ് 11 ലക്ഷം ഉണ്ട് ഈ 11 ലക്ഷത്തിൽ 1 ലക്ഷം എന്താണ് അക്രീഷൻ ആണ് അത് ക്ലബിംഗ് ഓപ്പറേഷൻ അട്രാക്ട് ചെയ്യത്തേ ഇല്ല ഈ 10 ലക്ഷത്തിന്റെ പുറത്ത് എന്ത് ചെയ്യും വിൽ ബി ക്ലബ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ് ആൻഡ് അഡീഷണൽ ആയിട്ട് വരുന്ന 10,000 വിൽ നോട്ട് ബി ക്ലബ്ഡ് അത് ആരുടെ അതർ IFOs ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് IFOസിൽ മിസ്സിസ് എക്സിന്റെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് തന്നെ കാണിക്കുന്നു ക്ലിയർ ആണോ ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഫസ്റ്റ് ഡേ തന്നെ കൊടുക്കണമെന്നില്ല ഇയറിന്റെ ഫസ്റ്റ് ഡേ തന്നെ കൊടുക്കണമെന്നില്ല ഗിഫ്റ്റ് എപ്പോ വേണം കിട്ടാം നമുക്ക് അതിനകത്ത് അഡീഷൻ വരുന്നത് സോ നമുക്ക് ഇപ്പം പറഞ്ഞ ഇൻട്രസ്റ്റ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇപ്പൊ ഇത്ര മാസം ഉള്ളെങ്കിൽ ആ പറഞ്ഞ കിട്ടുന്ന പ്രോഫിറ്റ് വരുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് അത് ബിസിനസിന്റെ കേസിലാണ്ട് ക്യാപിറ്റലിന്റെ കേസിലാണ്ടാണ് അങ്ങനെ പറഞ്ഞത് സോ ഇപ്പൊ ഈ പറയുന്ന കണക്ക് ബിറ്റ്വീൻ പീരീഡ് ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണോ അതേ ക്ലബ് ചെയ്യുള്ളൂ നമുക്ക് ആ ഒരു ക്യാപിറ്റലിന്റെ അതേപോലെ എടുക്കേണ്ടതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ കൊടുത്തു ദെൻ അത് ക്യാപിറ്റൽ ഇട്ടു എന്ന് പറഞ്ഞ് ഒരു കമ്പ്യൂട്ടേഷൻ പർപ്പസിനാണ് അത് കാണിച്ചത് കൊടുക്കേണ്ടത് അന്ന് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം സോ വിത്തൗട്ട് അൺആഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടുന്ന അസറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻകം അത് എത്രയാണോ ദാറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ സോ അത് അക്രീഷനിലൂടെ അതിന്റെ പുറത്ത് ഒരു തവണ കിട്ടുന്ന ഇൻകം അക്യുമുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻകത്തിന്റെ പുറത്തുണ്ടാകുന്ന ഇൻകം ടാക്സ് ചെയ്യില്ല എന്നാണ് പ്രൊവിഷൻ പറയുന്നത് ക്ലിയർ ആണോ സോ ഇവിടെ ഇപ്പം ഈ ഫസ്റ്റ് ഇപ്പം 2001 അതായത് എന്റെ 10% 12 months ഇല്ല ഒരു 5 months ഉള്ളെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന പോലെ 10% പകുതി 5 അല്ലെങ്കിൽ 6 months ആണെങ്കിൽ ഇതിന്റെ പകുതി 50,000 ആയിരിക്കും സോ അടുത്ത വർഷം കിട്ടുന്നത് 10,50,000 ആയിരിക്കും അപ്പോഴും 10 lakhന്റെ പുറത്ത് കിട്ടുന്ന ആ 10% നമ്മൾ എന്താ ക്ലബ് ചെയ്യും ആ 50,000 പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ പുറത്ത് കിട്ടുന്ന ഇൻകം വിൽ നോട്ട് ബി ക്ലബ് ഓരോ വർഷം കഴിയുമ്പോഴും എന്താണ് അക്രീഷൻ വരില്ല ആ പറയുന്ന 10 lakhന്റെ പുറത്ത് കിട്ടുന്ന എന്താണ് ഇൻട്രസ്റ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എക്സ് എല്ലാ ഓരോ പ്രീവിയസ് ഇയർ എടുക്കുമ്പോഴും എന്താണ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടിയ അസറ്റിന്റെ പുറത്ത് കിട്ടുന്ന ഇൻകം വിൽ ബി ക്ലബ് ചെയ്തുകൊണ്ടേ ഇരിക്കും ക്ലിയർ ആണോ 64 subsection 1 clause 5 if income arising to son's wife from asset transferred without consideration without adequate consideration so നമ്മളിപ്പോ എന്താണ് സ്പൗസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു then 64 subsection 1 clause 1 പറയുന്നത്
if any individual transfers any asset to his or her son's wife without consideration or for inadequate consideration, then income from such asset received by son's wife is to be clubbed in the total income of transferor. The above provision is applicable only if the relationship of mother or father-in-law and daughter-in-law exists at the time of transfer of asset as well as at the time of generation of income. So normally students mistake വരുന്ന ഒരു section ആണിത്. So 6 section 64 subsection 1 clause 6. ഇവിടെ നോക്കാം. ഒരു ഇൻഡിവിജ്വൽ സൺ ഉണ്ട്. സണ്ണിന്റെ വൈഫ്. ഇവിടെ എന്താണ്? സണ്ണിനല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, അസറ്റ് സണ്ണിന്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനില്. ഓക്കെ, സോ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനില് സണ്ണിന്റെ വൈഫിന് എന്ത് വരുന്നുണ്ട്? ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. Then the income from such asset received by son's wife to be equal. ഈ അസറ്റ് യൂസ് ചെയ്ത് സൺസ് വൈഫ് ഇൻകം ജനറേറ്റ് ചെയ്താൽ, ഓക്കെ, സോ സ്റ്റുഡൻസ് നോർമലി ഇതെന്താണ്? സ്പൗസിന്റെ കൂടെ ക്ലബ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ കിട്ടുന്ന ഇൻകം ആരുടെ കൂടെ ക്ലബ് ചെയ്യുമെന്ന് എഴുതി വെക്കുക വെക്കുന്നത്? സണ്ണിന്റെ കൂടെ അല്ല ക്ലബ് ചെയ്യുന്നത്. എന്താണ്? ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ. സോ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത്, സോ ഇത് ചിലപ്പോ ഫാദർ ഇൻ ലോ ആകാം, അല്ലെങ്കിൽ മദർ ഇൻ ലോ ആകാം. സോ ആരാണോ his or her son's wife. ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് ഉണ്ടോ? ഈ പറയുന്ന സണ്ണിന്റെ വൈഫിന്റെ ഒന്നുകിൽ ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ, ആ പറയുന്ന ഇൻകം എന്താണ്? ഇവിടെ സ്പൗസിന്റെ കൂടെ ക്ലബ് ചെയ്യണം. സ്പൗസിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന ചോദിച്ചാൽ എന്താണ്? സണ്ണിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന സണ്ണല്ല ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ ആരാണോ അല്ലെങ്കിൽ ട്രാൻസ്ഫറർ ആരാണോ അയാളുടെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻകം ക്ലബ് ചെയ്യുന്നത്. 7 ഉം 8 നോക്കാം. നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ 2ഉം 4ഉം പഠിച്ചിട്ടുണ്ടായിരുന്നു. 2ഉം 64 സബ്സെക്ഷൻ 1 4ഉം പഠിച്ചിട്ടുണ്ടായിരുന്നു, 6ഉം പഠിച്ചിട്ടുണ്ടായിരുന്നു. Okay, so that means first case എന്തായിരുന്നു? Asset transferred for inadequate consideration to spouse. Then അടുത്ത എന്താണ്? 6 എന്തായിരുന്നു? Asset transferred to son's wife for inadequate consideration. Then ഇവിടെ നോക്കാം. If any individual, അടുത്ത രണ്ട് സെക്ഷനും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സെക്ഷൻ ആണ്. Section 64 subsection 1 clause 7, transfer of asset for the benefit of spouse. If any individual transfers any asset to any person or association or of persons for inadequate consideration, income arising from such asset includable in the income of individual to the extent of such income is used by the transferee for the immediate or deferred benefit of transferor's spouse. Okay. So ഇവിടെ നോക്കാം. ആ സെനാരിയോ ഒന്ന് ശ്രദ്ധിക്കണം. Mr. X. Okay. So Mr. X. Then ഒരു അസറ്റ് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനില് മിസ്സിസ് എക്സിന് കൊടുത്താൽ ഏത് സെക്ഷൻ അട്രാക്ട് ചെയ്യും? സോ ഇതിൽ നിന്ന് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ ഈ അസറ്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഏത് സെക്ഷൻ പ്രകാരം ക്ലബ് ചെയ്യും? സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് എത്രയായിരുന്നു? 64 subsection 1 clause 4 ആണോ 6 ആണോ? clause 4 അല്ലെ? സോ clause 4 പ്രകാരം എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്താൽ എന്താണ്? മിസ്റ്റർ എക്സിനെ പിടിച്ച് ക്ലബ് ചെയ്യും. സോ അതുകൊണ്ട് ആ ഒരു ഇത് മാറ്റാനായിട്ട് എന്ത് ചെയ്യാണ്? മിസ്റ്റർ എക്സ് എന്ത് കൊണ്ടുവന്നു? ഒരു ഇൻഡിവിജ്വൽ, മൂന്നാമതൊരാള് ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ അസോസിയേഷനെ
സോ ഈ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഈ അസോസിയേഷനോ ഈ സ്പൗസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നവർ എന്ത് ചെയ്തു? ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ അസറ്റ് ഈ പറയുന്ന മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അവരുടെ ഉദ്ദേശം എന്താണ്? ഇതിൽ നിന്നുണ്ടാകുന്ന ഇൻകം ഒന്നെങ്കിൽ തവണകളായിട്ടോ അല്ലെങ്കിൽ ഒറ്റയടിക്കോ ആർക്ക് കൊടുക്കും? ഇൻഡയറക്ട് ബെനിഫിറ്റ് അല്ലെ, ഒന്നെങ്കിൽ ഡെഫർ ചെയ്തോ, അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന ഇൻകം എന്താ ഡെഫർ ചെയ്തോ, അല്ലെങ്കിലോ ഒറ്റയടിക്കോ എന്താണ് സ്പൗസിന് കിട്ടും. Of such asset includable in total income of individual to the extent such income is used by the transferee for the immediate or deferred benefit of transferred spouse. സോ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഇൻകം ഉണ്ടാക്കിയാൽ ക്ലബ് ചെയ്യും. അതുകൊണ്ട് മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇൻകം ഉണ്ടാക്കിയിട്ട് എന്താണ് ഇത് ഇങ്ങോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സ്പൗസിന് റൂട്ട് ചെയ്താലും എന്ത് ചെയ്യും? ഈ പറയുന്ന ട്രാൻസ്ഫറിനെ പിടിച്ച് ടാക്സ് ചെയ്യുന്ന ട്രാൻസ്ഫറുടെ കൂടെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും എന്നാണ് പ്രൊവിഷൻ പറയുന്നത്. സോ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 4 പ്രകാരം ഡയറക്റ്റ് ആയിട്ട് സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യാൻ ക്ലബ് ചെയ്യും. അതുകൊണ്ട് എന്താണ് 64 സബ്സെക്ഷൻ 1 ക്ലോസ് 7 പ്രകാരം മൂന്നാമതൊരാളെ കൊണ്ടുവന്നു. എന്താണ്? ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിലെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്താണ് ആ ഇൻകം എന്താണ് ഡെഫർ ചെയ്ത് ഒറ്റയടിക്കോ ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു? സ്പൗസിന് ബെനിഫിറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ, അതുകൊണ്ട് സ്പൗസിന്റെ കൂടെ അല്ല ക്ലബ് ചെയ്യുന്നത്, എന്താണ് ഇൻഡിവിജ്വലിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന. ഇൻഡയറക്റ്റ് ആയിട്ട് സ്പൗസിന് ബെനിഫിറ്റ് ഉണ്ടാക്കിയാലും വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ക്ലിയർ ആണോ? No, 64 subsection 1 clause 4 64 subsection 1 clause 7. ക്ലിയർ ആണോ? രണ്ടും എന്താണ്? സ്പൗസിന്റെ ബെനിഫിറ്റ്. ഒന്ന് സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷന് സ്പൗസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അതേപോലെ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 6 നമ്മൾ പഠിച്ചായിരുന്നു. ആരാണ്? സണ്ണിന്റെ വൈഫിനെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ. 64 സബ്സെക്ഷൻ 1 ക്ലോസ് 8 പറയുന്നത് ഇൻഡിവിജ്വൽ ഉണ്ട്, ദെൻ സണ്ണ് വൈഫ്. സോ സണ്ണിന്റെ വൈഫിനെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിലാണെങ്കിൽ അസറ്റ് എങ്കിൽ എന്താണ്? സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 6 ആപ്ലിക്കബിൾ ആവുമായിരുന്നു. സോ അത് ആപ്ലിക്കബിൾ ആകാതിരിക്കാൻ വേണ്ടി എന്താണ് നേരത്തെ പോലെ തന്നെ ഒരു തേർഡ് പേഴ്സണെയോ ഒരു അസോസിയേഷനെയോ കൊണ്ടുപോവാണ്. അവർക്ക് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ അസറ്റ് കൊടുക്കുകയാണ്. ദെൻ അവര് ഉണ്ടാക്കുന്ന ഇൻകം, അവര് ഈ കിട്ടിയ അസറ്റിൽ ഉണ്ടാക്കുന്ന ഇൻകം എന്ത് ചെയ്യും? ഒന്നുകിൽ ഡെഫർ ചെയ്തോ അല്ലാതെയോ എന്താണ് സണ്ണിന്റെ വൈഫിന് ബെനിഫിറ്റിന് കിട്ടുകയാണ്. ഒറ്റയടിക്കോ അല്ലെങ്കിൽ ഡെഫർ ചെയ്തോ ബെനിഫിറ്റ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ബെനിഫിറ്റ് ടു സൺസ് വൈഫ്. ദാറ്റ് മീൻസ് എന്താണ്? ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 6 അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് 6 അല്ല അട്രാക്ട് ചെയ്യുന്നത്, 8ലൂടെ ആരെ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും? ഈ ട്രാൻസ്ഫറർ. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലിനെ തന്നെ ക്ലബ് ചെയ്യും എന്നാണ് പ്രൊവിഷൻ പറയുന്നത്. ക്ലിയർ ആണോ? സോ ക്ലോസ് 4നോട് റിലേറ്റഡ് ആണ് ക്ലോസ് 7, ക്ലോസ് 6നോട് റിലേറ്റഡ് ആണ് ക്ലോസ് 8. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 പോലെ തന്നെ ഒരുപാട് എക്സാമിന് നമുക്ക് സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് 64 സബ്സെക്ഷൻ 1A. ഓക്കെ, സോ ഇതും കൂടെയാണ് അതിനകത്തുള്ളത്, പ്ലസ് ഒരു ക്രോസ് ട്രാൻസ്ഫറും കൂടെയാണ് ഉള്ളത്. അത്രേ ഉള്ളൂ ക്ലബിംഗ് ഓഫ് ഇൻകം. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് പ്രൊവിഷനിങ് കറക്റ്റ് ആയിട്ട് എഴുതാതെ ഏറ്റവും കൂടുതൽ ഒരു ടോട്ടൽ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കും തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ള ഒരു ഇത് തന്നെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. Then next one 64 capital A, income of minor child. മൈനർ ചൈൽഡിന് ഇൻകം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അത് ക്ലബ് ചെയ്യുമെങ്കിൽ ആരുടെ കൂടെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ടു ബി ക്ലബ്ഡ് ഇൻ ദ ഇൻകം ഓഫ് ദ പാരന്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് മോർ ബിഫോർ ക്ലബിംഗ് മൈനേഴ്സ് ഇൻകം. മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടുപേരുടെ ഇൻകം എടുത്ത് നോക്കും, ആർക്കാണോ കൂടുതൽ ഇൻകം അവരുടെ കൂടെ ക്ലബ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? 64 സബ്സെക്ഷൻ 1A, സെക്ഷൻ 64 സബ്സെക്ഷൻ 1A, income of minor child will be clubbed in the hands of that parent whose total income is more before clubbing minor's income. മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് ആരുടെ ഇൻകം ആണോ കൂടുതൽ അയാളുടെ കൂടെ ക്ലബ് ചെയ്യണം എന്നാണ് പറയുന്നത് പ്രൊവിഷൻ. ക്ലിയർ അല്ലേ?
Then exception, that means exception means എന്താണ് 64 subsection 64 subsection 1 applicable ആകില്ല means എന്താണ് clubbing provision attract ചെയ്യില്ല. So in the following cases minors income will not be clubbed and taxable in the hands of minor only. Income derived from minor by minor from manual work. So manual ആയിട്ട് minor work ചെയ്ത് കിട്ടുന്ന income derived from any activity involving minor skill, talent or specialized knowledge experience. Income from minor child suffering from disability under section 80U. No, ഈ പറയുന്ന 3 കേസില് മൈനറുടെ ഇൻകം എന്താണ് ക്ലബ് ചെയ്യൂല. സോ ഇപ്പൊ നമുക്കറിയാം 18 ഇയേഴ്സിൽ താഴെയുള്ളവരുടെ സ്റ്റാർ സിംഗർ അതേപോലുള്ള പരിപാടികളിൽ പാടി ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയാൽ ആ കിട്ടുന്ന പ്രൈസ് ക്ലബ് ചെയ്യുകയോ ഇല്ലയോ? ഇല്ല. ദെൻ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എക്സ്, മിസ്സിസ് എക്സ്, മിസ്റ്റർ എക്സിന് ഈ ഒരു ഇൻകത്തിന് മുമ്പ് വരുന്ന ഇൻകം 5 lakhs, മിസ്സിസ് എക്സിന് 4 lakhs, ഒരു മൈനർ സൺ, ഒരു സ്റ്റാർ സിംഗർ പോലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് യൂസ് ചെയ്യുന്ന ഒരു ടാലന്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 50 lakhs rupees അതിൽ നിന്ന് കിട്ടി. 50 lakh rupees എന്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് ക്ലബ് ചെയ്യുകയോ ഇല്ലയോ? ക്ലബ് ചെയ്യില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ക്ലബ് ചെയ്യില്ല. ക്ലബ് ചെയ്യില്ലെങ്കിൽ ഇത് ഉണ്ടോ, ഇത് എന്ത് ഇൻകം ആണ്? ഇപ്പൊ നമ്മള് ഉണ്ടോ ഇൻകം അല്ലെങ്കിൽ ക്ലബ് ചെയ്തില്ലെങ്കിൽ ഇൻകം ഉണ്ടായിട്ടുണ്ടോ ടാക്സ് ചെയ്യണല്ലോ. സോ ഇത് ക്ലബ് ചെയ്യത്തില്ല. സോ മൈനറുടെ ടാലന്റ് യൂസ് ചെയ്ത് കിട്ടിയതാണ്ട് ദിസ് ഇൻകം വിൽ നോട്ട് ബി ക്ലബ്ഡ്. സോ ദാറ്റ് മീൻസ് ഈ ഇൻകം കിട്ടുന്ന വർഷം ഇത് എന്ത് ഇൻകം ആണ്? സാലറി ഇൻകം ആണോ? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണോ? PGP ഇൻകം ആണോ? ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആണോ? IFOS ഇൻകം ആണോ? ഇതിൽ ഏത് ഹെഡിലാ വരുന്നത്? ഇതിലേതെങ്കിലും ഹെഡിലാണോ വരുന്നത്? സോ ഇതൊരു കാഷ്വൽ ഇൻകം പോലെ വരും. IFOSൽ 30% ഫ്ലാറ്റ് എന്താണ് ടാക്സും ഡിഡക്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ. സോ പക്ഷേ ഇതൊരു 18 ഇയേഴ്സിൽ താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? നോർമലി ഈ കിട്ടുന്ന എമൗണ്ട് അത് കഴിച്ച് കിട്ടുന്ന എമൗണ്ട് ഒരു എന്ത് ചെയ്യും? ബാങ്കില് FD ഇട്ടു. സോ ബാങ്കില് FD ഇട്ടു. സോ ഇതിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത്? 35 ലക്ഷം. ലിസ്റ്റഡ് ഫിഗർ വിചാരിക്കുക, 35 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം. സോ 30 ലക്ഷം FD ഇട്ടു. അതിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് കിട്ടി. 30 ലക്ഷത്തിന്റെ 10% 3 ലക്ഷം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ദെൻ ഈ കിട്ടിയ ഇൻട്രസ്റ്റ് ക്ലബ് ചെയ്യുകയോ ഇല്ലയോ? ഉണ്ടോ? ഇവിടെ നോക്കുക, മൈനേഴ്സ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് parent whose total income is higher without considering this income. സോ ഈ പറയുന്ന 3 ലക്ഷം എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് നോളജോ ടാലന്റോ സ്കില്ലോ കൊണ്ടോ കിട്ടിയതാണോ? സോ ഈ പറയുന്ന 50 ലക്ഷമാണ് എന്താണ് സ്പെഷ്യൽ ടാലന്റ് കൊണ്ട് കിട്ടിയത്. സോ ഈ പറയുന്ന ഇൻട്രസ്റ്റ് എന്താണ്? അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് FD ബാങ്കിൽ ഇട്ട് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. ഈ പറയുന്ന 3 ലക്ഷം ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ടാലന്റോ കൊണ്ട് കിട്ടിയതാണോ? അല്ല. സോ അല്ല എങ്കിൽ എന്ത് ചെയ്യും? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും. സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പ്രകാരം ആരുടെ കൂടെ ക്ലബ് ചെയ്യും? ആർക്കാണോ ടോട്ടൽ ഇൻകം കൂടുതൽ 5 ലക്ഷം വരുന്ന ആർക്കാണ്? മിസ്റ്റർ എക്സ് ആണ്. മിസ്റ്റർ എക്സിന്റെ കൂടെ പാരന്റ് ഫാദറിന്റെ കൂടെ ക്ലബ് ചെയ്യും. ക്ലിയർ ആണോ? പ്രൊവിഷൻ സ്പെഷ്യലൈസ്ഡ് ടാലന്റ് നോളജ് അല്ലെങ്കിൽ മാനുവൽ വർക്ക് എന്താണ് ഡിസീസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 80U ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ നമ്മളെ സെക്ഷൻ 80U ഒക്കെ ചാപ്റ്റർ 6 നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 80U ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്ലബ് ചെയ്യത്തില്ല. ആ ഒരു പർട്ടിക്കുലർ മൈനർ ചൈൽഡിന്റെ കൂടെ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഇൻകം എടുക്കുള്ളൂ. ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. അതർ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. മൈനർ ഇൻകം ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാരന്റ്സ്, then exemption under section 10 subsection 32 up to ₹1,500 per month per child is allowed to the parent. So ഇവിടെ 3 ലക്ഷം കിട്ടുമ്പോഴത്തേക്ക് എന്താണ്? 10 under section 10 subsection 32 പ്രകാരം കിട്ടും ഒരു 1,500 രൂപ. 1,500 രൂപ വരെ എന്ത് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് എക്സംഷൻ ആയിട്ട് കിട്ടും. 1,500 വരെ എക്സംഷൻ കിട്ടും. ക്ലിയർ ആണോ?
per annum per child. ഓരോ ചിൽഡ്രനും ആണ് കിട്ടുന്നത്. 1500 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നത് ക്ലബ് ചെയ്യുന്ന എമൗണ്ട് ഏത് ഹെഡിലാണോ ആ ഹെഡിലെ കറസ്പോണ്ടിങ് ഹെഡില്. Where the marriage of parents does not substitute, income of minor child will be included in the income of the parent who maintains minor child. In the relevant previous year, clubbing provision attracted even in respect of income of minor married daughter. So clubbing of minor's income is done with the one parent. It will be continued. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം opportunity of being heard കൊടുത്തിട്ടായിരിക്കും. Child includes stepchild and adopted child of that individual. Mrs. K transferred her small property to ABC Company Limited, subject to condition that out of the rental income or sum of rupees 36,000 per annum shall be utilized for the benefit of her son's wife. Mrs. Kasturi claims that the amount of 36,000 utilized by son's wife should not be clubbed in the total income as she no longer owned the property. Examine with the reason. ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ? Whether the content of Mrs. K valid in law. നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ബട്ട് ആ എക്സാക്ട് പ്രൊവിഷൻ ക്ലോസ് ഉൾപ്പെടെ എഴുതണം. ഓരോ സജസ്റ്റഡ് ആൻസറിലും 64 എന്ന് പറഞ്ഞ ആൻസർ നിങ്ങൾ എവിടെ നോക്കിയാലും 64 എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ടാവില്ല. 64 സബ്സെക്ഷൻ 1 ഈ പറയുന്ന കറസ്പോണ്ടിങ് ക്ലോസ് ഉൾപ്പെടെ ക്ലോട്ട് ചെയ്തായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ ഏത് സെക്ഷൻ ആണ്? 64 നമ്മൾ ഓർക്കണം 64 4 6 7 8. സോ അതിൽ ഏതാണ് ഒറ്റയടിക്ക് നമ്മൾ കണ്ടുപിടിച്ചോണം. ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ABC ആണ്. മൂന്നാമത് ഒരാളെ കൊണ്ടുവന്നു, ഒരു എൻറ്റിറ്റിയെ കൊണ്ടുവന്നിട്ട് എന്താണ് സണ്ണിന്റെ വൈഫിന് ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് കൊടുക്കാണ്. Therefore under section 64 subsection 1 clause 7 ആണോ 8 ആണ്? Custody transfer here immovable property to ABC Limited subject under. So ഇത് under attracted if transferred ഒരു വേർഡ് യൂസ് ചെയ്യണം. എന്തിലായിരിക്കണം? ഇവിടെ കൺസിഡറേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. So transferred for inadequate consideration. Inadequate. So adequate consideration ആണെങ്കിൽ പക്കാ സെയിൽസ് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമുക്ക് എന്താണ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യില്ല. സോ ക്ലോസ് 8 അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അട്രാക്റ്റഡ് ആയിരിക്കും. ട്രാൻസ്ഫർ ചെയ്ത് ഇനാഡിക്വേറ്റ് കൺസിഡറേഷനിലാകണം. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇൻകം എന്ത് ചെയ്യും? വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്സസ് കസ്തൂരി ആൻഡ് ഹെർ കണ്ടന്റ് എന്തായിരിക്കില്ല? വാലിഡ് ആയിരിക്കില്ല. സോ അത്രയാണ് സം ഓഫ് റുപ്പീസ് 36,000 എന്ന് പറയുന്നത് എന്താവും? ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്സസ് കെ. Therefore നമുക്ക് എന്ത് പറയാം? അവരുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ കണ്ടൻഷൻ ഈസ് നോട്ട് വാലിഡ്. 64 സബ്സെക്ഷൻ 1. സോ 60-61 നമ്മൾ ഡയറക്റ്റ് വേറെയാണ്. 62-63 ഒരു എക്സെപ്ഷനും ഒരെണ്ണം ഡെഫിനിഷനുമാണ്. പിന്നെ 64ലേക്ക് വന്നാൽ ഫസ്റ്റ് 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 എന്താണ്? സ്പൗസിന് ഇൻഡിവിജ്വലിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണില് സ്പൗസിന് കിട്ടുന്ന ഇൻകം കിട്ടുന്നതാണ്. Then 64 subsection 1 clause 4 asset inadequate consideration സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്ത് ഇത് വരുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. Then 64 subsection 1 clause 6 പറയുന്നത് സണ്ണിന്റെ വൈഫിന് വരുന്നത്. Then 7 8 മൂന്നാമതൊരാളെ കൊണ്ടുവന്ന ഫസ്റ്റ് സ്പൗസിനും സെക്കൻഡ് 8 സണ്ണിന്റെ വൈഫിനും ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കേസ്. ക്ലിയർ അല്ലേ? 64 subsection 1 clause 8. Then next one. Next question. Mr. A has 3 minor children, two teen daughters aged 12 years and one son aged 60 years. Income of teen daughters is 2,000 per annum each, and that of his son is 12,000 per annum. Mrs. A has transferred her flat to her minor son on 1/4/2022 out of natural love and affection.
the flat was let out on the same date and the rental income from flat is rupees 10,000 per month. Compute income in respect of minor children to be clubbed in the hands of Mr. A and Mrs. A under section 64 capital A, assuming Mr. A's total income higher than Mrs. A's total income before including income from minor child. Okay, so that means under section 64 subsection 1A pragaram minor income, so club A and clubbed in the hands of Mr. A. Okay, minor income, minor children income in the hands of club A and will be clubbed in the hands of Mr. A. Okay, two twin daughters 12 years and one son 16 years, income of twin daughters 2,000 per annum each. Okay, so income of minor children, particulars amount in rupees. So twin daughters age 12 and one son, twin minor daughters. So അവർക്ക് എത്ര വെച്ചാണ് കിട്ടുന്നത്? 2,000 per annum each. So that means 2,000 into 2 ആണ് അവർക്ക് കിട്ടുന്ന ടോട്ടൽ. No. So ഈ 4,000 ക്ലബ് ചെയ്യുമോ? 4,000 ക്ലബ് ചെയ്യുമോ? So നമുക്ക് എത്ര കിട്ടും? 10 subsection under section 10 subsection 32 പ്രകാരം 1,500 per annum per child. Per annum per child. So 1,500 രണ്ടുപേർക്കും ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സാലറിയിലെ ആ നമ്പർ ഓഫ് എത്ര പേരുണ്ടെങ്കിലും per annum per child. സോ ക്ലബ് ചെയ്യുന്നുണ്ടോ ഒരു ചൈൽഡിന്റെ പുറത്ത് നമുക്ക് എത്ര വരെ എക്സംഷൻ കിട്ടും? അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 1,500. ദാറ്റ് മീൻസ് ഇവിടെ എത്ര വരും? 3,000. റിമൈനിങ് എത്ര വരും? എമൗണ്ട് 1,000 ആണ്. എന്താണ്? ട്വിൻ ഡോട്ടേഴ്സിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ക്ലബ് ചെയ്യുന്ന ഇൻകം ട്വിൻ ഡോട്ടർ. Then Mrs. A transferred her flat to minor son on 1/4/2022 out of natural love and affection. The flat was let out same date. Rental income from flat is 10,000 per month. Compute income. So income of twin daughter പിന്നെന്താണ്? per annum each son, that of son. So minor son ന്റെ എത്രയാണ്? 1,200 per annum. So minor സണ്ണിന്റെ ആദ്യം എത്ര വരുന്നുണ്ട്? 1,200 1,200. So under section 10 subsection 32 നമുക്ക് എത്ര വരെ കിട്ടും? 1,500 വരെ. സോ 300 റീഫണ്ട് എന്നുള്ള രീതിയിൽ എഴുതി വെക്കരുത്. എക്സംഷൻ എത്ര വരെ കിട്ടും? 1,200. ദാറ്റ് മീൻസ് അതുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് നിൽ. Mrs. A transferred her flat to minor son as on 1/4/2022 out of natural love and affection. The flat was let out on the same date and the rental income from flat 10,000 per month. Compute income from in respect of minor children to be clubbed in the hands of Mr. A and Mrs. A under section 64 subsection 1A, assuming നമ്മൾ എഴുതി ഉണ്ടോ? ഇനി നമുക്ക് എന്തുകൂടെയാണുള്ളത്? മൈനർ സണ്ണിന് ഫ്ലാറ്റ് കൊടുത്തു, അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഫ്ലാറ്റ് ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തു, അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. ഒന്ന് നോക്കിയിട്ട് പറയാ, അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഫ്ലാറ്റിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം ആർക്കാണ്? മിസ്സസ് എ ഹാസ് ട്രാൻസ്ഫർഡ് ഫ്ലാറ്റ് ടു ഹെർ മൈനർ സൺ 1/4/2022. സോ എന്താ എൻറ്റയർ 12 months 10,000 വെച്ച് കിട്ടുന്നുണ്ട്. അത് ക്ലബ് ചെയ്യുമോ? ക്ലബ് ചെയ്യുമെങ്കിൽ ആരുടെ കൂടെ എന്താണ് പ്രൊവിഷൻ പറയുക? ക്ലബ് ചെയ്യുമോ? ക്ലബ് ചെയ്യുമെങ്കിൽ ഏത് പ്രൊവിഷൻ, ഏത് സെക്ഷൻ? ഇല്ല എങ്കിൽ ഏത് സെക്ഷൻ? ക്ലബ് ചെയ്യുമോ? മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യുമോ? കാര്യം എന്താണ്? ക്ലബ് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ആരുടെ കൂടെ ക്ലബ് ചെയ്യും?
ഇതിനകത്ത് സ്റ്റുഡൻസ് നോർമലി കുറെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. സോ പ്രൊഫഷൻ അറിയാത്തതുകൊണ്ടല്ല, ഇവിടെ മൈനറുടെ ഇൻകം ആയതുകൊണ്ട്, സോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി മൈനറുടെ ഇൻകം ആയതുകൊണ്ട് മിസ്സസ് സോ നോർമലി ക്ലബ് ചെയ്യുന്ന മിസ്റ്റർ എയുടെ കൂടെയാണ്. പക്ഷെ ഇത് മിസ്സസ് എ കൊടുത്തത് കൊണ്ട് മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യുമെന്ന് എഴുതി വെക്കും. നമ്മുടെ ഇതില് സോ സെക്ഷൻ 64(1) വെച്ചിട്ടാണ് പറഞ്ഞത് മൈനറുടെ ക്ലബ് ചെയ്യും, അതും മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യുന്നു. സോ 64 സബ്സെക്ഷൻ 1 പ്രകാരം മിസ്റ്റർ എക്കാണ് കൂടുതൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ക്ലബ് ചെയ്യണം എന്ന് പറഞ്ഞു, മിസ്സസ് എയുടെ കൂടെ എന്ന് പറഞ്ഞു. മിസ്സസ് എയുടെ കൂടെയാണോ മിസ്റ്റർ എയുടെ കൂടെയാണോ ക്ലബ് ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഇത് ക്ലബിംഗ് പ്രൊഫഷൻ അട്രാക്ട് ചെയ്യുവോ? നിങ്ങളുടെ ആൻസർ എന്താണ്? ക്ലബ് ചെയ്യുവോ ഇല്ലയോ? 64 സബ്സെക്ഷൻ 1 പ്രകാരം ക്ലബ് ചെയ്യുവോ ഇല്ലയോ? 64 സബ്സെക്ഷൻ 1 പ്രകാരം ക്ലബ് ചെയ്യുവോ ഇല്ലയോ? ക്ലബ് ചെയ്യുവോ ഇല്ലയോ? എന്താണ് ആൻസർ? എന്താണ് പറയുന്നത്? എന്താണ് ആൻസർ? ക്ലബ് ചെയ്യുന്നതാണോ 64(1) പ്രകാരം? സോ ഒന്നെങ്കിൽ 64(1) പ്രകാരം മിസ്റ്റർ എയുടെ കൂടെ ക്ലബ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തത് മിസ്സസ് എ ആയതുകൊണ്ട് മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യുന്നതാണോ ആൻസർ? എന്താണ് ആൻസർ? ക്ലബ് ചെയ്യുമെന്നാണോ ആൻസർ എല്ലാവരും പറയുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഇവിടെ നോർമലി വരുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. എന്താണ് ആൻസർ? ഒന്ന് പറയാം. ക്ലബ് ചെയ്യും അല്ലെ? സോ ക്ലബ് ചെയ്യുമെങ്കിൽ ആരുടെ കൂടെ? മിസ്റ്റർ എയുടെ കൂടെ കേട്ടോ. സോ ഒരിക്കലും ക്ലബ് ചെയ്യുമെങ്കിൽ മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മിസ്റ്റർ എയുടെ ഇൻകം ആണ് അല്ലെ. അസ്യൂം മിസ്റ്റർ എ ടോട്ടൽ ഇൻകം ഇസ് ഹയർ, ദെൻ ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന 2 ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആണ്. സോ ക്ലബ് ചെയ്യുമെന്ന് എഴുതും, മിസ്റ്റർ എയുടെ കൂടെ എഴുതും. ദെൻ വേറൊരു സെനാരിയോയില് മിസ്റ്റർ എയുടെ അല്ല, ഇത് മിസ്സസ് എ ആണ് ട്രാൻസ്ഫർ ചെയ്തത് ഇനാഡിക്വേറ്റ് കൺസിഡറേഷനില്. സോ അതുകൊണ്ട് മിസ്സസ് എയുടെ കൂടെ ക്ലബ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ക്ലബിംഗ് പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യത്തേ ഇല്ല. നമ്മൾ എടുത്തു പറഞ്ഞു അണ്ടർ സെക്ഷൻ 27 ഡീംഡ് ഓണർ. ഇവിടെ ഏതെങ്കിലും അസറ്റ് അല്ല ട്രാൻസ്ഫർ ചെയ്തത്, എന്താണ്? ഫ്ലാറ്റ് ആണ്. ദാറ്റ് മീൻസ് ഹൗസ് പ്രോപ്പർട്ടി ആണ് ട്രാൻസ്ഫർ ചെയ്തത്. സോ ഡീംഡ് ഓണർഷിപ്പ് ടൈറ്റിൽ ഹൗസ് പ്രോപ്പർട്ടി. സോ ഇൻ ആഡിക്വേറ്റ് കൺസിഡറേഷനില് സ്പൗസിന് അല്ലെങ്കിൽ മൈനർ ചൈൽഡ് except minor married daughter. സോ ഈ കേസിൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത്, ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത ആരാണോ അയാളുടെ ഡീംഡ് ഓണർ. സോ മിസ്സസ് എക്സിന്റെ കൂടെ ക്ലബ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൻസർ റോങ് ആണ്. ബട്ട് ആക്ച്വലി ആരുടെ കയ്യിലാണ് ഇത് വരുന്നത്? ടാക്സ് ലയബിലിറ്റി വരുന്നത് മിസ്സസ് എക്സിന്റെ കൂടെയാണ്. പക്ഷെ അത് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പ്രകാരമോ ഏതെങ്കിലും ക്ലബിംഗ് സെക്ഷൻ പ്രകാരമോ അല്ല, സെക്ഷൻ 27 പ്രകാരം. സെക്ഷൻ 27 പ്രകാരം ആരുടെ കൂടെ വരും? ആരുടെ ഇൻകം ആയിട്ട് അത് എടുക്കും? സെക്ഷൻ 27 പ്രകാരം മിസ്സസ് എ ആണ് എന്ത്? ഇതിന്റെ ഡീംഡ് ഓണർ. സോ ഇവിടെ സ്പൗസിനല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, മൈനർ ചൈൽഡിനാണ്. ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. സോ മിസ്സസ് എക്സ് എന്താണ്? ഡീംഡ് ഓണർ ആണ്. ഡീംഡ് ഓണർ ആണെങ്കിൽ എന്താണ്? ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആരുടെ കൂടെ ടാക്സ് ചെയ്യും? ഈ ഡീംഡ് ഓണറുടെ കൂടെ ടാക്സ് ചെയ്യും. സോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 10,000 പെർ മന്ത് ഉണ്ടോ? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണ്. സോ 10,000 into 12 ഒരു 1,20,000. സോ അതിൽ നിന്ന് 10 സബ്സെക്ഷൻ 32 അല്ല കുറയ്ക്കേണ്ടത്. സോ അതിൽ നിന്ന് എത്രയാണ്? 24 ഉണ്ടോ? സോ ഇവിടെ മുനിസിപ്പൽ ടാക്സ് ഇല്ല. ലെസ് അണ്ടർ സെക്ഷൻ 24 ക്ലോസ് എ ഇതിന്റെ 30%. ഒരു 1,20,000 30%. ഒരു 36,000 കുറച്ച് വരുന്ന റിമൈനിങ് പോർഷൻ 84,000 will be taxed in the hands of Mrs. A. ഏത് സെക്ഷൻ പ്രകാരമാണ്? അണ്ടർ സെക്ഷൻ 27 ഡീംഡ് ഓണർ ആയതുകൊണ്ട്. സോ ഇവിടെ എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്നേ ഇല്ല. എന്തായതുകൊണ്ട് മാത്രമാണ്? ഹൗസ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് മാത്രമാണ്. സെക്ഷൻ 27 കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ക്ലിയർ ആണോ? സോ ഇവിടെ നോർമലി ഇവിടെ എഴുതും, ചിലർ എഴുതും മിസ്സസ് എക്സിന്റെ കൂടെ
ക്ലബ് ചെയ്യുന്ന എഴുതും. എന്നിട്ട് എന്താണ് കണ്ടുപിടിച്ചിട്ട് ഒരു 1500 കൂടെ കുറച്ച് വെക്കും. എൻറ്റയർലി റോങ് ആൻസർ. നമ്മൾ ഇത്രയും ചെയ്തതിനും കൂടെ മാർക്ക് പോകും. ക്ലിയർ ആണോ? എപ്പോഴും ഹൗസ് പ്രോപ്പർട്ടി വന്നാൽ സ്പൗസ് ആണോ മൈനർ ചൈൽഡ് ആണോ എക്സെപ്റ്റ് മൈനർ ഡോട്ടർ ആണെങ്കിൽ ഉടനെ ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യൂല. സെക്ഷൻ 27 പ്രകാരം ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാളെ ഡീംഡ് ഓണർ ആകും. ഡീംഡ് ഓണർഷിപ്പ് ക്രൈറ്റീരിയയിൽ ആരാണ് ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളായിരിക്കും ടാക്സ് ചെയ്യുന്നത്. ഉണ്ടോ? സോ ഇപ്പൊ മിസ്റ്റർ എ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്നിട്ട് മിസ്റ്റർ എ എന്ന് എഴുതിയാൽ പോലും തെറ്റാണ്. സോ ക്ലബിംഗ് എന്ന് എഴുതിയാൽ ഈ പറയുന്ന പ്രൊവിഷൻ തെറ്റാണ്, മാർക്ക് കിട്ടൂല. എൻറ്റയർ ക്വസ്റ്റ്യന്റെ മാർക്ക് പോകും. ഡീംഡ് ഓണർഷിപ്പ് സെക്ഷൻ 27 പ്രകാരം ഡീംഡ് ഓണർ ആണ്. therefore ഡീംഡ് ഓണറുടെ കയ്യിൽ ടാക്സ് ചെയ്യും എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് 164 സബ്സെക്ഷൻ 2 പറയുന്നത് conversion of self-occupied property into property of HUF. Any individual transfers any asset to his HUF without or inadequate consideration, then income from such asset is to be clubbed in the income of transferor. Member transfer. Then converted property has been partitioned either by way of total or partial partition. The income derived from such asset, converted property as is received by the spouse on portion, shall be clubbed in the hands of the transferor. Spouse on partition. So that means member HUF-ലേക്ക് എന്താണ് inadequate consideration, without consideration, without or for inadequate consideration അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ പക്ക ട്രാൻസ്ഫർ, ദെൻ ക്ലബിംഗ് പ്രൊവിഷൻ ഒന്നും തന്നെ അട്രാക്ട് ചെയ്യൂല. അസറ്റ് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ദെൻ ആ അസറ്റ് യൂസ് ചെയ്തുണ്ടാകുന്ന ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെമ്പർ. സോ മെമ്പർ HUF-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ദെൻ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഈ HUF-ന്റെ പാർട്ടീഷൻ ടൈമില് സോ ഈ അസറ്റിന്റെ പോർഷൻ, ഈ അസറ്റിന്റെ പാർട്ടീഷനിൽ നിന്ന് ഏതെങ്കിലും പോർഷൻ ഈ പറയുന്ന മെമ്പറിന്റെ സ്പൗസിന് കിട്ടിയാൽ, സോ സ്പൗസിന് കിട്ടിയാൽ then converted property as is received by spouse on partition shall be clubbed in. ഈ സ്പൗസിന് കിട്ടിയത് ആരുടെ കൂടെ ക്ലബ് ചെയ്യും? ഈ പറയുന്ന മെമ്പറിന്റെ കൂടെ ക്ലബ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ പറയുന്നത്. 64 സബ്സെക്ഷൻ 2. അസറ്റ് മെമ്പർ HUF-ലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം ക്ലബ് ചെയ്യും. ദെൻ പാർട്ടീഷൻ ടൈമിൽ ഈ പറയുന്ന മെമ്പർ ട്രാൻസ്ഫർ ചെയ്തെന്ന അസറ്റ് സ്പൗസിന് കിട്ടിയാൽ അതെന്ത് ചെയ്യും? വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മെമ്പർ. ഒരു കാര്യം കൂടാണ് നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, ക്രോസ് ട്രാൻസ്ഫർ. നമ്മളെ ക്യാപിറ്റൽ ഗെയിനിലെ ഒരു കേസ് ലോ പഠിച്ചിരുന്നു, മഞ്ജുള ജേഷ. സോ കേസ് ലോ വെച്ചിട്ട് നമ്മൾ ഒരു എപ്പോഴും നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ അസറ്റ് കിട്ടിയാൽ കോസ്റ്റ് ടു പ്രീവിയസ് ഓണർ, ദെൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കുന്നത് എന്നോട്ടായിരിക്കും, പ്രീവിയസ് ഓണർ തൊട്ടായിരിക്കും. ആ ഒരു കേസ് ലോയുടെ ബേസിസിലാണ്. അതർവൈസ് സെക്ഷൻ 48 പ്രകാരം നമുക്ക് എന്താണ് ഫസ്റ്റ് ഗിൽഡ് ബേസിസ് അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കാൻ പറ്റുള്ളൂ. സോ അതേപോലെ തന്നെ ക്രോസ് ട്രാൻസ്ഫർ. സോ സുപ്രീം കോർട്ടിനാണ് കേശവ്ജി മൊണാർച്ചി എന്ന് പറയുന്ന ഒരു കേസ് ലോയിലാണ് ഒബ്സർവ് ദാറ്റ് two transactions are interconnected and are part of the same transaction in such a way that it can be said that the circuitous method was adopted as a device to evade tax. Then clubbing provision would attract. Okay. Clubbing provision would attract. Okay. So let's see. Clubbing provision would attract. Our cross transfer in the case. For example, cross transfer example. Mr. X gifted rupees 12 lakhs to his brother's wife. To his brother's wife. Brother's wife. And his brother, Mr. Y, gifted rupees 8 lakhs. Rupees 8 lakhs. Rupees 8 lakhs to Mr. X wife. Mr. X in the wife ne 8 lakh. Gifted
amounts deposited in bank at 10% on 1/8/22. So very important. Okay, Mr. X gift 12 lakhs to his brother's wife. Mr. Y had a spouse. Brother. No, brother in the wife in a fund transfer gifted. That means inadequate consideration transfer income. Namale section applicable. 60 transfer of income without transfer of asset. Then 61 irrevocable transfer. Then 64 subsection 1 clause 2 substantial interest concern spouse. Then 64 subsection 1 clause 4 spouse. Then 64 subsection 1 clause 6 son's wife. Then 7 ഉം 8 ഉം പറയുന്നത് മൂന്നാമത്തെ ആളെ brother in the spouse in എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ക്ലബിംഗ് പ്രൊവിഷനെ കുറിച്ച് പറയുന്നില്ല. സോ ദാറ്റ് മീൻസ് പ്രൊവിഷൻ പറയാത്തോണ്ട് എന്താണ് ഇൻകം ക്ലബ് ചെയ്യേണ്ടി വരത്തില്ല. സോ ബ്രദറിന്റെ വൈഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേറ്റീവ് ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ ഇങ്ങനെ കൊടുത്താൽ എന്താണ് ഈ പറയുന്ന 64 തൊട്ട് 60 തൊട്ട് 64 വരെയുള്ള സെക്ഷന്റെ സ്കോപ്പിന് പുറത്തു പോയിട്ട് എന്താണ് ക്ലബ് ചെയ്യേണ്ടി വരത്തില്ല. ഇതൊരു പ്ലാനിങ് ആണ്, ടാക്സ് ഇവേഷന് വേണ്ടി ചെയ്യുന്നതാണ്. സോ ഉടനെ തന്നെ എന്ത് ചെയ്യും, മിസ്റ്റർ വൈ എന്ത് ചെയ്യും, മിസ്റ്റർ എക്സിന്റെ വൈഫിന് എന്ത് കൊടുത്തു, ഒരു 8 lakhs rupees കൊടുത്തു. സോ മിസ്റ്റർ വൈ ബ്രദറിന്റെ വൈഫിന് കൊടുത്ത് അതിൽ നിന്നുള്ള ഇൻകം എന്ത് ചെയ്യത്തില്ല, ടാക്സ് ചെയ്യത്തില്ല, ക്ലബ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക്. സോ ദാറ്റ് മീൻസ് എന്താ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഒരു ക്രോസ് ട്രാൻസ്ഫർ പോലാണ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ എക്സ് എന്താണ് ബ്രദറിന്റെ വൈഫിന് കൊടുത്തു, ഉടനെ തന്നെ ബ്രദർ എക്സിന്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് അവര് ഇൻകം ഉണ്ടാക്കിയിരിക്കുന്നു. സോ ഇവിടെ നോക്കാം, ഇവിടെ എത്രയാണ് 12 lakh 10%. ദാറ്റ് മീൻസ് എത്ര മാസം കിട്ടും, 8 മാസം കിട്ടും. എത്രയാണ് 12 lakh into 10% divided by 12 കിട്ടും. 12 lakh ആണ്. 4, 5, 6, 7 4 മാസമില്ല, 8 മാസത്തേക്കാണ്. 12 lakh into 10%. നമ്പർ എത്ര ഇൻട്രസ്റ്റ് കിട്ടും മിസ്സിസ് വൈക്ക് എത്ര കിട്ടും, ഇൻട്രസ്റ്റ് എത്ര കിട്ടും, 12 ലക്ഷം 10 മാസത്തേക്ക് 10%, 80,000 അല്ലെ. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, 80,000. ദെൻ അതേപോലെ മിസ്സിസ് എക്സിന് എത്ര കിട്ടും, 8 ലക്ഷമാണ്. 8 ലക്ഷം 10%, 8 മാസത്തേക്ക് എത്ര വരും, മിസ്സിസ് എക്സിന്റെ കേസില് 53,333 അല്ലെ. 53 ഇനി ഒന്ന് ശ്രദ്ധിക്കാം, 53,333. സോ ഇങ്ങനെ വരുന്ന ആക്ച്വലി ക്ലബിംഗ് പ്രൊവിഷൻ ഒന്നും ഒരു സെക്ഷൻ പ്രകാരവും ബ്രദറിന്റെ വൈഫായിട്ട് അട്രാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, മിസ്സിസ് വൈ, മിസ്സിസ് എക്സ്. സോ ഇതാണ് ക്രോസ് ട്രാൻസ്ഫർ വരും. മിസ്റ്റർ എക്സ് ഇങ്ങോട്ട് 12 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു, മിസ്റ്റർ വൈ ഇങ്ങോട്ട് 8 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു. 12 ലക്ഷത്തിൽ നിന്ന് 80,000 ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. ഇവിടെ 53,333. ഇതൊരു ക്രോസ് ട്രാൻസ്ഫറിന്റെ ഇത് വരും. ദാറ്റ് മീൻസ് എന്താണ്, ഇവർക്ക് ടാക്സ് അല്ലെങ്കിൽ ക്ലബിംഗ് പ്രൊവിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങോട്ട് 8, ഇങ്ങോട്ട് 12, ഇങ്ങോട്ട് 8. ദാറ്റ് മീൻസ്
8 ലക്ഷം വരെ ഉള്ളത് എന്തായിട്ട് എടുക്കും? ക്രോസ് ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കും. സോ ഈ 80,000 മിസ്സിസ് വൈക്ക് കിട്ടിയ 80,000 ഈ കണ്ടോ ഈ 8 ലക്ഷം വരെയുള്ള 53,333 ആരുടെ കൂടെ ടാക്സ് ചെയ്യും? മിസ്റ്റർ വൈയുടെ കൂടെ ക്ലബ് ചെയ്യും. അതേപോലെ മിസ്സസ് എക്സിന് കിട്ടിയ 53,333 ആരുടെ കൂടെ ക്ലബ് ചെയ്യും? മിസ്റ്റർ എക്സിന്റെ കൂടെ ക്ലബ് ചെയ്യും. ക്ലിയർ ആണോ? ആ ക്ലബിംഗ് പ്രൊവിഷൻ മാറാൻ വേണ്ടി എന്താണ് 60 മുതൽ 64 വരാത്ത രീതിയിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, തിരിച്ചും ട്രാൻസ്ഫർ ചെയ്തു. സോ ഇവിടെ 12 ഇവിടെ 8 ആണ്. സോ 8 ലക്ഷം വരെ ഉണ്ട് മാച്ചിങ് വെച്ചിട്ട് 8 വരെ എന്താണ് ക്രോസ് ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ ക്രൈറ്റീരിയ ആയിട്ട് വരും. ദാറ്റ് മീൻസ് അതുകൊണ്ട് എന്താണ് ക്രോസ് ട്രാൻസ്ഫറിന്റെ എമൗണ്ടിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്, അതാത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അവരുടെ കൂടെ ഹസ്ബൻഡ്സിന്റെ കൂടെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. ക്ലിയർ ആണോ? Compute gross total income of Mr. and Mrs. A from the following information. So, Mr. A, Mrs. A. Salary income computed. So, particulars. First, salary computed ആണ് Mr. A ക്കല്ല Mrs. A ക്കാണ് salary computed ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? 16 clause 1A deduction, standard deduction കുറയ്ക്കണ്ട. Then income from profession Mr. A എത്രയാണ്? 3,90,000. Then income of minor son from company deposit. Okay, so ഇത് നമ്മൾ എടുത്തു. Then income of minor daughter C from special talent. Then interest from bank received by C on deposit made out of special talent. Gift received by C on 30/9/2022 from a friend of Mrs. A. അങ്ങനെയാണെങ്കിൽ സോ ഇതില് ഇൻകം ക്ലബ് ചെയ്യുന്നത്, സോ ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇൻകം ഓഫ് മൈനർ സൺ ഫ്രം കമ്പനി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന അയാളുടെ സ്പെഷ്യൽ ടാലന്റ് കൊണ്ടല്ല. സോ ഇത് ക്ലബ് ചെയ്യേണ്ടതാണ്. ഇൻകം ഓഫ് മൈനർ ഡോട്ടർ സി സ്പെഷ്യൽ ടാലന്റ്, ഇത് ക്ലബ് ചെയ്യത്തില്ല. ഇതെന്താണ്? മൈനർ ഡോട്ടർ സിയുടെ ഇൻകോട്ട് തന്നെ കാണിക്കും. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് റിസീവ്ഡ് ബൈ സി ഓൺ ഡെപ്പോസിറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് സ്പെഷ്യൽ ടാലന്റ്, ഇതും ക്ലബ് ചെയ്യും. ദെൻ അടുത്ത ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ സി ഓൺ 30/9/2022 ഫ്രം എ ഫ്രണ്ട് ഓഫ് മിസ്സസ് എ. അതിനെയാണ് നോർമലി സ്റ്റുഡൻസ് അവരുടെ രീതിയിൽ ഇല്ലാത്ത പ്രൊവിഷനൊക്കെ എഴുതിയിട്ട് ഒരു ക്ലബിംഗ് പ്രൊവിഷൻ കൂടെ പറയും. സോ ഓരോന്നും ഒന്ന് പറയുക. എത്രയൊക്കെയാണ് രണ്ടുപേരുടെയും ടാക്സ് ലയബിലിറ്റി വരുന്നത്? ആരുടെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്? ഇൻകം ക്ലബ് ചെയ്യുന്നത് ആരുടെ കൂടെ ആയിരിക്കും? മിസ്റ്റർ എയുടെ കൂടെ, മിസ്സസ് എയുടെ കൂടെ. ക്ലബ് ചെയ്യേണ്ട ഇൻകം ക്ലബ് ചെയ്യുന്നത് ആരുടെ കൂടെ ആയിരിക്കും? സോ ക്ലബ് ചെയ്യേണ്ട ഇൻകം കൺസിഡർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആർക്കാണ് ടോട്ടൽ ഇൻകം കൂടുതൽ? മിസ്റ്റർ എക്ക് 3,90,000, മിസ്സസ് എക്ക് 2,30,000. സോ ആരുടെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്? ആരുടെ കൂടെ ആയിരിക്കും? മൈനറുടെ ഇൻകം കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ആർക്കാണോ ടോട്ടൽ ഇൻകം കൂടുതൽ അവരുടെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്. സോ ഇതിൽ ആർക്കാണ് ടോട്ടൽ ഇൻകം കൂടുതൽ? മൈനറുടെ ഇൻകം കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് എയ്ക്കാണോ മിസ്റ്റർ എയ്ക്കാണോ മിസ്സസ് എയ്ക്കാണോ? മിസ്റ്റർ എ. ദാറ്റ് മീൻസ് 3,90,000. സോ ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്? മിസ്റ്റർ എയുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്. അത് വർക്കിംഗ് നോട്ടായിട്ട് എഴുതുക. ദെൻ അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1A ഫസ്റ്റ് എന്താണ്? മൈനർ സൺ. മൈനർ സൺ ബി ഫ്രം കമ്പനി ഡെപ്പോസിറ്റ് 15,000 ഉണ്ട്. മൈനർ സൺ. സോ 15,000 ഉണ്ട്. 15,000 ക്ലബ് ചെയ്യൂ. അതിൽ നിന്ന് എത്ര കുറയ്ക്കാം? പ്ലസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 കുറയ്ക്കാം. 1,500 കുറയ്ക്കാം. സോ ദാറ്റ് മീൻസ് എത്ര വരും? 13,500 ആണ്. 3,90,000 കൂടെ ആദ്യം മൈനർ സണ്ണിനോട്ട് ബന്ധപ്പെട്ട് ദെൻ സി ഇത് ക്ലബ് ചെയ്യുമോ? 32,000 ക്ലബ് ചെയ്യുമോ? ബിക്കോസ് സ്പെഷ്യൽ ടാലന്റിൽ കിട്ടുന്നതാണ്. വിൽ നോട്ട് ബി ക്ലബ്. സ്പെഷ്യൽ ടാലന്റ്, സ്പെഷ്യൽ ടാലന്റ് അതിനെന്താണ്? നില്ലാണ്. അടുത്ത എന്താണ്? സ്പെഷ്യൽ ടാലന്റ് യൂസ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയുണ്ട്? സിക്ക് 3,000. സോ അതിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കാം?
1500 കുറയ്ക്കാം. Under section 10 subsection 32 that means എത്ര വന്നു 1500. Then ഇനി ലാസ്റ്റ് വൺ gift received by C on 30/9/2022 from a friend of Mrs. A. ഇതാണ് ഒത്തിരി പേര് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. സിക്ക് മൈനർ ഡോട്ടർക്ക് എന്താണ് ഒരു ഗിഫ്റ്റ് കിട്ടി ഫ്രം എ ഫ്രണ്ട് ഓഫ് മിസ്സസ് എ. അങ്ങനെയാണെങ്കിൽ അത് ക്ലബ് ചെയ്യുമെങ്കിൽ ആരുടെ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവിഷൻ അട്രാക്റ്റീവോ. സോ നമുക്ക് ഉണ്ടോ ഗിഫ്റ്റ് കിട്ടിയാൽ ഏത് ഹെഡിലാണ് വരുന്നത്? ഗിഫ്റ്റ്. സോ ഒരു ക്യാഷ് ഗിഫ്റ്റ് കിട്ടിയാൽ ഏത് ഹെഡിലാണ് വരുന്നത്? IFOs ആണ് വരുന്നത് അല്ലെ. സോ ഇവിടെ മൈനർ ഡോട്ടർ സിക്ക് എത്ര കിട്ടി? 2500 രൂപ ക്യാഷ് ഗിഫ്റ്റ് കിട്ടി. സോ 50,000 രൂപ വരെ എന്താണ്? സോ നമ്മൾ എപ്പോഴും പറഞ്ഞു ആർക്കാണോ കിട്ടുന്നത് അയാൾക്ക് ആദ്യം അതാത് ഹെഡില് കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ക്ലബ് ചെയ്യത്തുള്ളൂ. സോ ഗിഫ്റ്റ് കിട്ടിയത് എത്രയാണ്? 2500 ആണ് അല്ലെ. സോ 2500 കിട്ടിയത് അണ്ടർ സെക്ഷൻ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം അഗ്രിഗേറ്റ് എമൗണ്ട് 50,000 എക്സീഡ് ചെയ്താലേ വരത്തുള്ളൂ. അപ് ടു 50,000 എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ദാറ്റ് മീൻസ് എന്ത് വരത്തില്ല? ഈ 2500 എക്സംപ്റ്റ് ആണ്. ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് എന്താണ്? കിട്ടിയത് മിസ്സസ് എയുടെ ഫ്രണ്ടിൽ നിന്ന് കയ്യിൽ നിന്നാണല്ലോ, അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ക്ലബ് ചെയ്ത് വെക്കും. അങ്ങനാണോ? സോ ആർക്കാണോ കിട്ടുന്നത് അതാത് ഹെഡിൽ ഇവിടെ ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് 50,000 അഗ്രിഗേറ്റ് 50,000 വരെ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. 50,000 കടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. 50,000 കടന്നിരുന്നു എങ്കിൽ ആരുടെ കൂടെ ക്ലബ് ചെയ്തേനെ? മിസ്റ്റർ എയുടെ കൂടെ ക്ലബ് ചെയ്തേനെ. അപ്പോഴും മിസ്സിസ് എയുടെ കൂടെ അല്ല. സോ ഇവിടെ എന്താണ് എഴുതി വെക്കുന്ന പ്രൊവിഷൻ ആണ്. സോ ഇത് കിട്ടിയത് മിസ്സിസ് എയുടെ ഫ്രണ്ടിന്റെ കൂടെ ആണ്, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണല്ലോ, അതുകൊണ്ട് മിസ്സിസ് എയുടെ കൂടെ ആഡ് ചെയ്യുമെന്നൊക്കെ എഴുതി വെക്കും. സോ കംപ്ലീറ്റ് വെട്ടിക്കളെ. ക്ലിയർ ആണോ? സോ ക്ലബ് ചെയ്യേണ്ട അതാത് ഡെപ്പോസിറ്റ് ആ കാര്യങ്ങളെല്ലാം എടുത്തു. അത് എന്താണ് അതാത് ഹെഡില് പ്ലസ് ഒരു 10 സബ്സെക്ഷൻ 32. സോ ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ IFOs ആണ്. സോ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം നമുക്ക് എന്താണ് അഗ്രിഗേറ്റ് എമൗണ്ട് 50,000 വരെ എക്സംപ്റ്റഡ് ആണ്. സോ ഇവിടെ എത്രയാണ്? 2,500 ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. Therefore നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും? മിസ്സസ് എക്ക് ഒന്നും മാറ്റമൊന്നുമില്ല, 2,30,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. മിസ്റ്റർ എയുടെ കേസിലാണെങ്കിൽ 390 ഉണ്ട്, അതിന്റെ കൂടെ ഒരു 13,500 ഉണ്ട്, പ്ലസ് ഒരു 1,500 ഉണ്ട്. 390 പ്ലസ് 15 4,05,000 വരും. ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് വൺ. Mr. V gifted a sum of ₹6 lakh to his brother's wife on 14/6/2022. On 12/7/2022, his brother gifted a sum of ₹5 lakh to Mr. Vasudev's wife. The gifted amounts were invested as fixed deposit in banks by Mrs. Vasudev V and wife of Mr. Vasudevan's brother on 1/8/2022 for 9% interest. Examine the consequence of above under the provisions of Income Tax Act 1961 in the hands of Mr. Vasudevan and his brother. Okay. So ഇത് പക്ക എന്താണിത്? Mr. Vasudevan Mrs. V, then brother wife of brother. Okay. So Mr. Vasudevan brother ന്റെ വൈഫിന് എത്ര രൂപ കൊടുത്തു? 6 lakhs അല്ലെ, തിരിച്ചോ 5 lakhs. സോ രണ്ടുപേരും എന്താണ് 1/8 ഇൻവെസ്റ്റ് ചെയ്തു 9%. സോ 6 lakhന്റെ പുറത്ത് 9% ഉണ്ടോ? ഒരു പക്ക ക്രോസ് ട്രാൻസ്ഫർ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ക്രോസ് ട്രാൻസ്ഫർ ആണ്. കേശവ്ജി മൊറാർജി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കേശവ്ജി മൊറാർജി കേസ് ലോ പ്രകാരം ഒരു ക്രോസ് ട്രാൻസ്ഫറിന്റെ എല്ലാ കാറ്റഗറി ഇതും വന്നിരിക്കുന്ന ഇതാണ്. സോ 9%. സോ 6 lakh into 9% for 1, 4, 5, 6, 7 4 മാസം ഇല്ല, 8 മാസം.
6 lakh into 8% into 8 divided by 12. Right? എത്രയാണ് 6 lakhs 9% ആണ്. അടുത്തേക്കാണ് 8 മാസത്തേക്ക് 6 lakh into 9% into 8 divided by 12. വരും 36,000. 36,000. Then ഇവിടെ ആണെങ്കിലോ 5 lakh into 9% into 8 divided by 12. Right? 30,000. So എത്രയായിരിക്കും ക്ലബ് ചെയ്യുന്നത്? To the extent of 5 lakhs ക്രോസ് ട്രാൻസ്ഫർ മാച്ചിങ് വെച്ചിട്ട് 5 lakhന് മാച്ചിങ് ആയിട്ട് എത്രയാണ്? ഈ 30,000 ഈ മിസ്സസ് വാസുദേവന് കിട്ടുന്ന 30,000 വാസുദേവന്റെ കൂടെ ക്ലബ് ചെയ്യും. ബ്രദറിന്റെ വൈഫിന് കിട്ടുന്ന 36,000 30,000 will be clubbed in the hands of brother. മിസ്സസ് വാസുദേവന് up to 5 lakh കിട്ടുന്ന ഇൻട്രസ്റ്റ് will be clubbed. Clear ആണോ? സോ അവിടെ കേശവജി മൊണാർജി കേസിലോ ഒക്കെ നോർമലി കോട്ട് ചെയ്യാറുണ്ട്. അത് പ്രകാരം ഇതൊരു ക്രോസ് ട്രാൻസ്ഫർ ആണ്. സോ ക്രോസ് ട്രാൻസ്ഫർ വരുന്ന എമൗണ്ടിന്റെ അത്രയും എന്താണ് ഇവിടെ 30,000 മിസ്സസ് വാസുദേവന് കിട്ടുന്ന 30,000. സോ ദാറ്റ് മീൻസ് അപ് ടു എമൗണ്ട് ഓഫ് 5 lakh 5 lakhന് വരെ കിട്ടുന്ന അതെന്ത് ചെയ്യും? മിസ്റ്റർ വാസുദേവന്റെ കൂടെ ക്ലബ് ചെയ്യും. ബ്രദറിന്റെ സ്പൗസിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 5 lakh വരെയുള്ള ഇൻട്രസ്റ്റിന്റെ 36 കിട്ടുന്നുണ്ട്, 6 lakh കിട്ടുന്നുണ്ട്. ബട്ട് അപ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 5 lakh എന്ത് ചെയ്യും? will be clubbed in the hands of brother. ക്ലിയർ ആണോ? ഇത് ട്രാൻസ്ഫറുടെ കയ്യിലല്ല വരുന്നത്. ശ്രദ്ധിക്കേണ്ട ക്രോസ് ട്രാൻസ്ഫർ പോലെ വന്നിട്ട് ഒരാളുടെ സ്പൗസിന് കിട്ടുന്നത് will be clubbed in the hands of the husband. Mr. S has 4 children possessing 2 daughters and 2 sons. Annual income of 2 daughters were 9,000 and 4,500 and son were 2,000, 6,200 and 4,300 respectively. The daughter who has income of rupees 4,500 was suffering from disability under section 80U. Okay, so 80U disability വരുന്നത് എന്ത് ചെയ്യില്ല? ക്ലബ് ചെയ്യില്ല. Compute the amount of income earned by minor children to be clubbed in the hands of Mr. Sarma. Okay, so section under section 64 subsection ആണ് സെക്ഷൻ കോട്ട് ചെയ്യണം. അല്ലാണ്ട് വേറൊരു വ്യത്യാസം ഇതിനകത്തില്ല. ആകപ്പാടെ 60, 61, then 64 ഇത്രയും സെക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ. 64 subsection 2 അത്രയും സെക്ഷൻസേ ഉള്ളൂ. ഇതിലെ ക്ലബിംഗില് 64 subsection 1A അല്ലെ. So 2 daughters having income 9,000 and 4,500. So daughter who having എന്താണ് 80U disability ഉള്ളതാണ്. സോ ഇതെന്ത് ചെയ്യത്തില്ല? ക്ലബ് ചെയ്യത്തില്ല. ഡോട്ടർ 1നെ ക്ലബ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 നമുക്ക് എത്ര കിട്ടും? ഒരു 1,500 കുറയ്ക്കാൻ പറ്റും. 2 sons, 2 സണ്ണിന്റെ കേസില് സൺ 1ന് 6,200, അതിൽ നിന്ന് 1,500 കുറയ്ക്കാം. സൺ 2ന്റെ ആണെങ്കിൽ 4,300, അതിൽ നിന്നും പെർ സൺ പെർ ആനം പെർ ചൈൽഡ് ആണ്. So 9,000 minus 1,500, 7,500, then 6,200 minus 1,500, 4,700, then 4,300 minus 1,500, 2,800. So മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് to be clubbed under section 64 subsection 1A. Clubbed under section 64 subsection 1A. Try to total 15,000. 15,000. Clear ആണോ? കേൾക്കും ആൻസർ. Okay, next one. During the previous year 22-23, the following transactions occurred in respect of Mr. A. Mr. A had a fixed deposit of rupees 5 lakh in a bank.
he instructed the bank to credit the interest on deposit 9% from 1/4/2022 31/3/2023 to the savings bank's account of Mr. B, son of his brother, to help him in his education. Club B illeo? Club B section parayam. So നമുക്ക് വേഗ ഒരു നോർമൽ കോമൺ സെൻസ് വെച്ചിട്ട് ചിലർ ക്ലബ് ചെയ്യാം, ക്ലബ് ചെയ്യത്തില്ല എന്ന് എഴുതും. ബട്ട് അതിനല്ല മാർക്ക്. ക്ലബ് ചെയ്യില്ല. ക്ലബ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? എന്താണ് മാഷ് ക്ലബ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? സോ ഇവിടെയാണ് നമ്മള് ഏത് സെക്ഷനിലാണ് സണ്ണിന് മിസ്റ്റർ എ ഹാസ് ഡെപ്പോസിറ്റഡ് മിസ്റ്റർ ബിയുടെ സൺ ഓഫ് ഹിസ് ബ്രദറിന്റെ സണ്ണിന് ട്രാൻസ്ഫർ ചെയ്താൽ. സോ ഇവിടെ നമുക്ക് സെക്ഷൻ 60 എന്താണ് പറയുന്നത്? സെക്ഷൻ 60 ആദ്യം പഠിച്ച സെക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. സോ ഇവിടെ 5 lakh ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അസെറ്റ് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അത് FD ഇട്ടിട്ട്, ആ 5 lakh FD ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സോ ഈ 5 lakh into 9%, സോ 45,000 ഇൻട്രസ്റ്റ് വരുന്നത് എന്താണ്? അതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് അല്ലെ? സോ ദാറ്റ് മീൻസ് ആരുടെ പേരിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും ഇൻകം, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം ട്രാൻസ്ഫർ ചെയ്താൽ ഒരിടത്ത് FD ഇട്ട് ആ കിട്ടുന്ന അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം അത് FD ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്താൽ എന്താണ്? സെക്ഷൻ 60 പ്രകാരം എന്ത് ചെയ്യും? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും. ക്ലിയർ ആണോ? ആരുടെ കൂടെ ക്ലബ് ചെയ്യും? ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കി. ആൻസർ വേണം. Then second one, B, choice adjustment B. Mr. A hold 75% profit share in a partnership firm. Mrs. A received a commission of 25,000 from the firm for promoting sales of the firm Mr. A. And Mrs. A possesses no technical or professional qualification. So that means entire 25,000 ഏതാണോ 75% പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് എന്താണ്? 20% ഓർ മോർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തായിട്ട് പറയാം? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സോ എനിക്ക് അറിയേണ്ടത് സെക്ഷൻ, ഏത് സെക്ഷൻ പ്രകാരമാണ് ഇത് ക്ലബ് ചെയ്യുന്നത്? ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 പ്രകാരം എന്ത് ചെയ്യും? ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. Clubbed in the hands of Mr. A. Then Mr. A gifted a flat to Mrs. A. Gifted a flat to Mrs. A. On 1st April 2022. During the previous year 22-23, Mrs. A income from house property computed was 52,000. ഇത് എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ക്ലബ് ചെയ്യുവോ? ഈ പറയുന്ന റെന്റൽ, ഈ കമ്പ്യൂട്ടഡ് റെന്റൽ ഇൻകം അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ക്ലബ് ചെയ്യോ ഇല്ലയോ? നോ, ക്ലബ് ചെയ്യത്തില്ല. ഇവിടെ അട്രാക്ട് ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അണ്ടർ സെക്ഷൻ 27 അല്ലെ? സോ മിസ്റ്റർ എ, മിസ്സസ് എക്ക് ഫ്ലാറ്റ് ആണ്. സോ ഫ്ലാറ്റ് ഗിഫ്റ്റ് ചെയ്താൽ, ഗിഫ്റ്റ് ദാറ്റ് മീൻസ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ മിസ്റ്റർ എ എന്ത് പറയും? ഡീംഡ് ഓണർ. സോ ഇതിൽ നിന്ന് മിസ്സസ് എ ഇൻകം ഉണ്ടാക്കിയാലും ഈ 52,000 ആരുടെ ഇൻകം ആയിട്ട് കണക്കാക്കും? മിസ്റ്റർ എയുടെ ഇൻകം ആയിട്ട്. അത് ക്ലബിംഗ് പ്രൊവിഷനിലൂടെ അല്ല, സെക്ഷൻ 27 പ്രകാരം ഡീംഡ് ഓണർ ആയതുകൊണ്ടാണ്.
സോ ഈ പറയുന്ന ഇൻകം HP ഇൻകം ആരുടെ ഇൻകം ആയിട്ടേ കണക്കാക്കുള്ളൂ? ഡീംഡ് ഓണറായ മിസ്റ്റർ എ. അല്ലാണ്ട് ക്ലബ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ റോങ് ആൻസർ. ഡീംഡ് ഓണറായ സെക്ഷൻ 27 പ്രകാരം ഡീംഡ് ഓണറായ മിസ്റ്റർ എയുടെ ഇൻകം ആയിട്ട് കണക്കാക്കും. Then Mr. A gifted rupees 2 lakhs to his minor son who invested the same in a business and derived income of rupees 20,000 from the investment. 2 lakhs to his minor son who invested the same in the business and he derived income of rupees 20,000 from investment. ഇത് എന്ത് ചെയ്യും? ക്ലബ് ചെയ്യോ ഇല്ലയോ? 2 ലക്ഷം ഗിഫ്റ്റഡ് ടു മൈനർ സൺ. സോ മൈനർ സണ്ണിനെ കൊടുത്തത് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യോ? 2 ലക്ഷം എന്താണ്? റിലേറ്റീവിന്റെ ഡെഫിനേഷൻ വരുന്നതാണ് സണ്ണ്. ദെൻ എന്താണ് ഇൻകം? എത്ര ചെയ്തു? 20,000 കിട്ടി. സോ അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പ്രകാരം മൈനർ സൺ ആയതുകൊണ്ട് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം എത്ര കുറയ്ക്കണം? 1,500 കുറച്ചു കഴിഞ്ഞാൽ 1,500 കുറച്ചു കഴിഞ്ഞാൽ വരും 18,500. സോ ഇവിടെ ശ്രദ്ധിക്കണം, 18,500. No, Mr. A sons derived income of rupees 20,000 through business activity involving his skill and talent. അത് ക്ലബ് ചെയ്യോ? Skill and talent. Okay. Under section 64 subsection 1A. So minor son in the skill and talent only not clubbed. Okay. So taxable in the hands of minor son. Okay. Minor son in the handle taxable. Then during the year, Mr. A got monthly pension of rupees 10,000 and he had no other income. Mrs. A receives rupees 20,000 per month apart from a part-time job. Receives salary of rupees 20,000 per month as part-time job. Okay. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 64 സബ്സെക്ഷൻ 1A പ്രകാരം ഉള്ള മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ്? ക്ലബ് ചെയ്യേണ്ടത് ഇൻകം അല്ലെ? ഇൻ ദ ഹാൻഡ് ഓഫ് ദ പാരന്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ. സോ ഇവിടെ ആരുടെ ടോട്ടൽ ഇൻകം ആണ് ഹയർ? സോ സെക്ഷൻ 64 സബ്സെക്ഷൻ 1A വരുന്ന 2 ഒന്ന് ക്ലബ് ചെയ്യത്തില്ല, ഒന്ന് ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വരുന്നത്. സോ ഇത് ആരുടെ കൂടെ ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഈ പറയുന്ന ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആരുടെ ടോട്ടൽ ഇൻകം ആണ് കൂടുതൽ എന്നറിയണം. പർട്ടിക്കുലേഴ്സ് മിസ്റ്റർ എ, മിസ്സിസ് എ. സോ ഈ 20,000 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താണ്? ഈ പറഞ്ഞ എന്റെ 20,000 ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈൻസൺ. അത് ക്ലബ് ചെയ്യൂല, ക്ലബ് ചെയ്യില്ല. സാലറി. സോ മിസ്റ്റർ എക്ക് എത്രയാണ്? മന്ത്ലി പെൻഷൻ ഓഫ് 10,000. സോ മന്ത്ലി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എല്ലാവർക്കും ടാക്സബിൾ ആണ്. സോ എത്ര വരും? 10,000 into 12, 1,20,000. Then 20,000 into 12 എത്ര വരും? 2,40,000. Then രണ്ടുപേർക്കും എന്താണ്? അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര കിട്ടണം? 50,000 കിട്ടണം രണ്ടുപേർക്കും അല്ലെ? സാലറി ഹെഡ് ആയതുകൊണ്ട്. സോ ഇവിടെ എത്ര വരും? 70,000. Then ഇവിടെ 1,90,000. ഇവിടെയാണ് നോർമലി സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഇത് കണ്ടിട്ട് 1,90,000 ആണ് കൂടുതൽ, അതുകൊണ്ട് മിസ്സിസ് എക്കാണ് കൂടുതൽ ഇൻകം, അതുകൊണ്ട് ക്ലബ് ചെയ്യണം കേട്ടോ. സോ ആ പ്രൊവിഷൻ ശ്രദ്ധിക്കണം. 64 സബ്സെക്ഷൻ 1A മൈനറുടെ ഇൻകത്തിന് എടുക്കുന്നതിന് മുമ്പ് ആർക്കാണോ ടോട്ടൽ ഇൻകം കൂടുതൽ, സോ അതിനു മുമ്പ് വരുന്നത് എല്ലാം എന്താണ്? ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുന്ന ഇൻകം എല്ലാം എടുക്കണം. അതായത് 64 സബ്സെക്ഷൻ 1A ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻകവും എടുത്തിട്ട് വേണം എന്തിലേക്ക് വരാൻ? ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മിസ്റ്റർ എ 45,000 ഫസ്റ്റ് കേസിൽ മിസ്റ്റർ എ ഡെപ്പോസിറ്റ് ബാങ്ക് സണ്ണിന്റെ വരികയാണെങ്കിൽ എന്താണ്? സെക്ഷൻ അണ്ടർ സെക്ഷൻ 60 പ്രകാരം മിസ്റ്റർ എക്ക് എന്താണ്?
അണ്ടർ സെക്ഷൻ 60 പ്രകാരം നമ്മൾ കണ്ടുപിടിച്ച ഒരു 45,000 മിസ്റ്റർ എയുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്. ദെൻ സോ ഇതെടുത്തു. ദെൻ എത്രയാണ് 25,000 മിസ്സിസ് എക്ക് റെമ്യൂണറേഷൻ കിട്ടുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കിട്ടുന്ന ഒരു 25,000 അതും 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 പ്രകാരം ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്? അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2 പ്രകാരം 25,000 ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്? മിസ്റ്റർ എയുടെ കൂടെയാണ്. സോ നമ്മൾ അത് എടുത്തു. ദെൻ തേർഡ് വൺ 52,000. സോ അണ്ടർ സെക്ഷൻ 27 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് എത്രയാണ്? 52,000. സോ അതുകൂടെ ആഡ് ചെയ്യുക. ഇത്രയും വന്നു കഴിഞ്ഞിട്ട് ആർക്കാണോ ടോട്ടൽ ഇൻകം കൂടുതൽ അയാളുടെ കൂടെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ടത്. സോ ഇവിടെ എത്രയാണ്? 1,90,000 തന്നെയാണ്. ദെൻ ഇവിടെ 70 പ്ലസ് 45, 70,000 പ്ലസ് 45,000 പ്ലസ് 25,000 പ്ലസ് 52,000 തോന്നുന്നു 1,92,000. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ നോട്ടത്തിലെ സ്റ്റുഡൻസിനകത്ത് വരുന്ന മിസ്റ്റേക്ക് ഇവിടെ എടുത്തിട്ട് എന്താണ് 70 ഇവിടെ 190 ഉണ്ട്. 190 ആണ് കൂടുതലെന്ന് എടുക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലബിംഗ് പ്രൊവിഷൻ എല്ലാത്തിന്റെ അല്ല പറയുന്നത്. 64 സബ്സെക്ഷൻ 1A മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ട ആരുടെ കൂടെയാണ്? ആ പറയുന്ന പ്രൊവിഷനിൽ ആ ഇൻകം കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ബാക്കി എല്ലാം കൺസിഡർ ചെയ്തിട്ട് ആർക്കാണോ ഇൻകം കൂടുതലുണ്ടോ. സോ ദാറ്റ് മീൻസ് 60, 64 സബ്സെക്ഷൻ 1 ക്ലോസ് 2, ദെൻ 27 എല്ലാം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും മിസ്റ്റർ എക്ക് എത്രയുണ്ട്? ടോട്ടൽ ഇൻകം 1,92,000 ഉണ്ട്. ദെയർഫോർ നമുക്ക് എത്രയാണ്? ഈ 18,500 ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യേണ്ടത്? മിസ്റ്റർ എയുടെ കൂടെയാണ് ഇൻകം. മൈനേഴ്സ് ഇൻകം 18,500 ഇവിടെ ക്ലബ് ചെയ്യും. സോ ഇവിടെ ഒന്നും വരില്ല. മറ്റേ 20,000 മൈനറുടെ സ്പെഷ്യൽ ടാലന്റ് ആണ്, അങ്ങോട്ട് പോകും. സോ എത്ര കിട്ടും? 2,10,500. ഇവിടെ 1,90,000 ആണെന്ന് വരുന്നത് ടോട്ടൽ ഇൻകം. ക്ലിയർ ആണോ? ഇവിടെ കൊണ്ട് നിർത്തരുത്. ടോട്ടൽ ഈ പറയുന്ന ടോട്ടൽ ഇൻകം 64 സബ്സെക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യാനായിട്ട് മാത്രമാണ് നോക്കുന്നത്. ആർക്കാണോ ടോട്ടൽ അത് ഒഴികെ ബാക്കി എല്ലാ ഇൻകവും കൺസിഡർ ചെയ്തിട്ട് ആർക്കാണോ ടോട്ടൽ ഇൻകം കൂടുതൽ അയാളുടെ കൂടെ ക്ലബ് ചെയ്യാനാണ് പറയുന്നത്. സജീഷ് ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ പറയാം. Mr. A gifted a house property valued 50 lakhs to his wife, Mrs. B, who in turn has gifted the same to Mrs. C, their daughter-in-law. The house was let out at 25,000 per monthly throughout the year. Compute the total income of Mr. A, Mrs. C. Will your answer different if the said property was gifted to his son, husband of Mrs. C? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയിട്ട് ആൻസർ പറയാം. സോ എന്താണ്? മിസ്റ്റർ എ ഹൗസ് പ്രോപ്പർട്ടി ആണ്, ശ്രദ്ധിച്ചോണം. വാല്യൂ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ₹50 lakh. ടു ഹിസ് വൈഫ് മിസ്സിസ് ബി. വൈഫിന് കൊടുത്തു. വൈഫ് who in turn gifted the same to Mrs. C. There's no. So എന്താണ്? ഡോട്ടർ ഇൻ ലോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ഡോട്ടർ ഇൻ ലോ ഇത് റെന്റിന് കൊടുത്തിട്ട് എന്താണ്? ₹25,000 പെർ മന്ത്. എന്തായിട്ട് ആൻസർ? ആരുടെ കൂടെ ആയിരിക്കും? ആരായിരിക്കും ടാക്സ് ചെയ്യുക? സോ മിസ്റ്റർ എ മിസ്സസ് ബി സ്പൗസിന് ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷനിൽ കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? അണ്ടർ സെക്ഷൻ 27 പ്രകാരം മിസ്റ്റർ എ ആണ് ഡീംഡ് ഓണർ. ദെൻ ഇവിടെ മിസ്സസ് ബി ഡോട്ടർ ഇൻ ലോയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കും അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ക്ലോസ് 4 പ്രകാരം എന്ത് ചെയ്യും? ഈ ട്രാൻസ്ഫറുടെ കയ്യിൽ, ദാറ്റ് മീൻസ് മിസ്സസ് ബിയുടെ വരും. സ്വന്തം ഈ രണ്ട് സെക്ഷനും കൂടെ എടുക്കുമ്പോഴത്തേക്കും എന്താണ്? മിസ്റ്റർ എ
taxed. Okay. Taxed in the hands of Mr. A. In the hands of Mr. A as per section 27 and section 64 subsection 1 clause 4. For അല്ലെങ്കിൽ spouse 6 വരും. 64 subsection clause 6. സണ്ണിന്റെ വൈഫിനാണ് വരുന്നത്. ഉണ്ട് 64 subsection 1 clause 6ഉം 27 പ്രകാരം എന്താണ് മിസ്റ്റർ എ ആയിരിക്കും ടാക്സ് ചെയ്യുന്നത്. Then will your answer be different? Said property was gifted to his son, comma, husband of Mrs. C. So സണ്ണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യുമോ? സോ ഗിഫ്റ്റഡ് ടു സൺ. സോ സണ്ണ് മൈനർ അല്ലാത്തത് കൊണ്ട് എന്ത് വരത്തില്ല? സെക്ഷൻ 27 അട്രാക്ട് ചെയ്യത്തില്ല. സൺ വൈഫ് ഉള്ളതുകൊണ്ട് മൈനർ അല്ലാത്തതുകൊണ്ട് സണ്ണ് വരത്തില്ല. സോ അണ്ടർ സെക്ഷൻ 64 നോ ക്ലബിംഗ് പ്രൊവിഷൻ വിൽ അട്രാക്ട് ഇൻ ദിസ് കേസ്. സോ അതുകൊണ്ട് എന്താണ് ക്ലബിംഗ് പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. സോ 25,000. സോ ഫസ്റ്റ് കേസിൽ 25,000. സോ റെന്റൽ ഇൻകം ആണ്. 25,000 into 12. വരും 25,000 into 12. 3 lakhs. സോ ഇതിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടി HP ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അണ്ടർ സെക്ഷൻ 24 ക്ലോസ് A. സോ എത്ര ലെസ് ചെയ്യാം? 30%. NAVയുടെ 30% വരും 90,000. Therefore ഫസ്റ്റ് കേസിൽ മിസ്റ്റർ എ ആയിരിക്കും ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ എന്താണ് ക്ലബിംഗ് പ്രൊവിഷൻ ഒന്നും തന്നെ ഇവിടെ ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്റ്റീവ് ആണെങ്കിൽ മിസ്സസ് ബി ആണ് വരേണ്ടത്. സോ മിസ്സസ് സിക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ ക്വസ്റ്റ്യൻ വരില്ല. ബിക്കോസ് എന്താണ് സെക്ഷൻ 27ഉം സെക്ഷൻ 64 ക്ലോസ് 64 സബ്സെക്ഷൻ 1 ക്ലോസ് 6ഉം പ്രകാരം ആരെയാണ്? ഫസ്റ്റ് കേസിൽ മിസ്റ്റർ എ ആണ്. സണ്ണിനാണ് കൊടുക്കുന്നതെങ്കിൽ ക്ലബിംഗ് പ്രൊവിഷൻ ഒന്നും തന്നെ അട്രാക്ട് ചെയ്യില്ല. സൺ എന്ന് പറയുന്ന റിലേറ്റീവ് ഡെഫിനിഷൻ വരുന്നുണ്ട് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10ഉം അട്രാക്ട് ചെയ്യത്തില്ല. സോ ദാറ്റ് മീൻസ് എന്താണ് സണ്ണിന് ടാക്സബിലിറ്റി, സണ്ണിന് മാത്രമായിരിക്കും ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? A proprietor business was started by Srimati Rani in the year 2022. So 1/4/2021 1/4/2021 ക്യാപിറ്റൽ എത്രയായിരുന്നു? 3 ലക്ഷം. ഹസ്ബൻഡ് gifted rupees 2 lakhs. So എത്രയാണ്? ഗിഫ്റ്റ് 2 lakhs on same day ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് റാണി earns a profit from business in the financial year 21-22 പ്രോഫിറ്റ് എത്ര വന്നു? 1,50,000. So that means എത്രയായി? 6 lakh. സോ അയാൾ കൊടുത്ത ഗിഫ്റ്റ് കൂടെ ചേർത്തിട്ട് എത്ര വന്നു? 6,50,000 ആയി. ക്യാപിറ്റൽ ഓൺ 1/4/2020. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ 22-23 എത്ര ഇൻകം ഉണ്ടാക്കി? ബിസിനസ് പ്രോഫിറ്റ് 150, 21-22 22-23 എത്രയാണ്? 390 ഉണ്ടാക്കി. സോ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ഇൻകം ടു ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റാണീസ് ഹസ്ബൻഡ്. സോ 22-23 പ്രീവിയസ് ഇയറിൽ ഉണ്ടായ ഇൻകം എത്രയാണ്? 3,90,000. സോ എത്രയാണ് അയാളുടെ ക്യാപിറ്റല്? 6,50,000. സോ അതില് ഗിഫ്റ്റ് കിട്ടിയ എത്രയാണ്? 2 lakhs. സോ ആ വർഷത്തെ കിട്ടിയ ഈ പറയുന്ന ഇൻകത്തിന്റെ പെർസെന്റേജ് വ്യത്യാസം അക്രീഷൻ വരില്ല. 3,90,000 ഇൻറ്റു 2 ലക്ഷം ഡിവൈഡ് ബൈ 6,50,000 കേട്ടോ. ക്ലബ് ചെയ്യുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? ക്ലബ് ചെയ്യുന്ന എമൗണ്ട് amount clubbed will be the 23-24 assessment year അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 22-23 കിട്ടുന്ന എത്രയാണ്? 1,20,000. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ്. സോ ഇ എൽ ആണെങ്കിൽ എത്ര? ഇ എൽ ആണെങ്കിൽ എത്ര വന്നേനെ?
5 ലക്ഷത്തിന്റെ ഈ ഇയറിലെ കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിച്ചിരുന്നെങ്കിൽ 1,50,000 എങ്ങനെ ഡിവൈഡ് ചെയ്തതിനെ? ടോട്ടല് 5 ലക്ഷം ഉണ്ട്, അതില് 2 ലക്ഷം ഹസ്ബൻഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ ഈ എൻറ്റയർ നമുക്ക് ടാക്സ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ക്ലബിങ് വരുന്നത്. സോ അയാൾ എടുത്തുകൊണ്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് 1,50,000 ആ ഇയറിൽ ആഡ് ചെയ്തു. പിന്നെ അടുത്ത വർഷത്തെ മാത്രം ക്ലബ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ക്വസ്റ്റ്യൻ. സോ ഈ വർഷത്തെ ചോദിച്ചിരുന്നു എങ്കിൽ ക്ലബ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1,50,000 ഡിവൈഡഡ് ബൈ 5 ലക്ഷം ഇൻറ്റു 2 ലക്ഷം കിട്ടും 60,000. ചോദിച്ചിരുന്നുവെങ്കിൽ 60,000 ആയിരുന്നു ക്ലബ് ചെയ്യുന്നത്. Last one, Mr. B, the Karta of HUF whose members derive the income as given below. Income from B's profession 45,000. Mrs. B's salary as fashion designer 76,000. Minor son D's interest on fixed deposit with the bank, which were gifted to him by his uncle 10,000. Minor daughter B's earnings from sports 95,000. D's winnings from lottery gross 1,95,000. Examine the tax implication in the hands of Mr. and Mrs. B. Mr. and Mrs. B. Then first one, income from Mr. B's profession. എവിടെ ആയിരിക്കും ടാക്സ് ചെയ്യുന്നത്? മിസ്റ്റർ ബിയുടെ PGBP അല്ലേ? എത്രയാണ്? 45,000. So Mr. B, Mrs. B. So Mr. Bക്ക് എത്രയാണ്? 45,000 ഉണ്ട്. Mrs. Bക്ക് സാലറി ആസ് ഫാഷൻ കമ്പ്യൂട്ടർ എന്നില്ല. സോ 76,000 നമുക്ക് എത്ര കുറയ്ക്കാം? അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A 15,000 കുറച്ചിട്ട് നമുക്ക് എത്ര എടുക്കാം? ഒരു 26,000 എടുക്കാം. മിസ്സിസ് ബിയുടെ സാലറി. then ബി ഇനി നമ്മുടെ ആരുടെ കൂടെ ആയിരിക്കും ക്ലബ് ചെയ്യുന്നത്? ക്ലബ് ചെയ്യേണ്ട ആരുടെ കൂടെ ആയിരിക്കും? 45,000 ആണോ 26,000 ആണോ കൂടുതൽ? സോ ഡിയുടെ മിസ്റ്റർ സൺ ഡിയുടെ ഇൻട്രസ്റ്റ് minor son D. Okay, interest on fixed deposit which was gifted by uncle 10,000. So 10,000 ഉണ്ട്. നമുക്ക് എന്താണ് ഓരോ കേസിലും എത്രയാണ്? 1,500 അല്ലെ? 10 subsection 32 പ്രകാരം 1,500 കുറയ്ക്കാം. 1,500 കുറച്ചാൽ എത്ര വരും? 8,500. ഓക്കെ, സോ ക്ലബ് ചെയ്യുന്നത് ഉണ്ടോ? നമ്മൾ ആ പ്രൊവിഷനായിട്ട് എഴുതണം. ആസ് പെർ സെക്ഷൻ 64 subsection 1A, minor's income will be clubbed in the hands of the parent whose total income is greater before taking minor's income. So minor daughter P, earnings from sports, the club ചെയ്യോ? earnings from sports club ചെയ്യോ? സോ എന്താണ്? ടാലന്റ് കൊണ്ട് കിട്ടുന്നതാണ്. സോ സ്കിൽ അല്ലെങ്കിൽ ടാലന്റ് കൊണ്ട് കിട്ടുന്നതാണ്, സ്കില്ലാണ്. സോ നോട്ട് ക്ലബ്ഡ്. ഇതും നമ്മൾ വർക്ക് നോട്ടായിട്ട് എഴുതണം. സ്പെഷ്യലൈസ്ഡ് ടാലന്റ് അല്ലെങ്കിൽ സ്കിൽ കൊണ്ടാണ്. ഡീസ് വിന്നിങ്സ് ഫ്രം ലോട്ടറി. ഡി ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? മൈനർ സൺ ആണ്. മൈനർ സണ്ണിന് ലോട്ടറി വിന്നിങ്സ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? ആരുടെ കൂടെ ക്ലബ് ചെയ്യണം? സോ ഏതിനാ? സ്പെഷ്യൽ ടാലന്റ് ആണോ? സ്പെഷ്യൽ ടാലന്റ് കൊണ്ട് കിട്ടുന്നതാണോ ലോട്ടറി ഇൻകം? സോ ലോട്ടറി ഇൻകം ഏത് ഇൻകം കിട്ടിയാലും, സോ നോർമലി ലോട്ടറി ഇൻകം എവിടെയാണ്? IFOSലാണ് ചെയ്യേണ്ടത്. സോ IFOSല് എത്ര ചെയ്യും? IFOSല് ആരുടെ കൂടെ? മിസ്റ്റർ ബിയുടെ കൂടെ ക്ലബ് ചെയ്യും. ക്ലിയർ ആണോ? വിന്നിങ്സ് ഫ്രം ലോട്ടറി 1,95,000 ഗ്രോസ് ആണ്. സോ 30 നമുക്ക് TDS ഒക്കെ നമുക്ക് ഡിഡക്ഷൻ ഒക്കെ വരും. സോ ഈ 1,95,000 എന്നാണ് നോർമലി കാഷ്വൽ ഇൻകം IFOSലാണ് വരുന്നത്. സോ മൈനറിന് കിട്ടിയതായതുകൊണ്ട് എന്താണ്? ക്ലബ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പാരന്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ. സോ ദാറ്റ് മീൻസ് ആരുടെ കൂടെ? മിസ്റ്റർ ബിയുടെ കൂടെ. സോ 8,500 1,95,000 ബിയുടെ കൂടെയാണ് ക്ലബ് ചെയ്യുന്നത്. ബിക്കോസ് ഒറ്റടിക്ക് നോക്കിയാൽ 45, 76 ഇവിടെ കൂടുതലാണ്. കാരണം ഇവിടെ കമ്പ്യൂട്ടഡ് എന്ന വേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 വെക്കുമ്പോൾ മിസ്സസ് ബിയുടെ ഇൻകം എത്രയേ ഉള്ളൂ? 76,000 ഉള്ളൂ. സോ 45,000 ആണ് ഹയർ. സോ മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ട ഇൻകം എല്ലാം. സോ മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഓരോരുത്തർക്കും എന്താണ്? 10 subsection 32 പ്രകാരം 1,500. സോ ഇവിടെ IFOS ഡിക്ക് തന്നെയാണ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണ്? ഒരു ഇതും കുറയ്ക്കാൻ പറ്റില്ല, ഇൻകം കുറയ്ക്കാൻ പറ്റില്ല.
സോ 1,95,000 IFOസിൽ മിസ്റ്റർ ബിയുടെ IFOസിലേക്ക് ക്ലബ് ചെയ്ത് കാണിക്കും. സോ മിസ്റ്റർ ബിയുടെ ടോട്ടൽ ഗ്രോസിൽ നിന്ന് ടോട്ടൽ അടയ്ക്കുമ്പോൾ TDS ഓൾറെഡി എന്താണ് 30% ഉണ്ടാവും. അത് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കുറച്ച് കാണിക്കാം, ഇതിന്റെ 30% കുറച്ച് കാണിക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഇൻകം ഫ്രം ക്ലബിംഗ് ഓഫ് ഇൻകം. സോ ഇൻകം ഓഫ് പേഴ്സൺ ക്ലബ്ഡ് അല്ലെങ്കിൽ ടാക്സബിൾ in the hands of other person included in assessee's total income. Income of other person included in assessee's total income അല്ലെങ്കിൽ clubbing of income. സോ ശ്രദ്ധിക്കട്ടെ, ഇതാണ് സെക്ഷൻ 60. ചാടി കയറി ഒന്നിലേക്കും ഒരു ആൻസറിലേക്ക് എത്തരുത്, എല്ലാം നോക്കണം. 60 നോക്കണം, 61 നോക്കണം, then 64 subset clause 64 subsection 1 clause 2, then clause 4, then clause 6, then clause 7, then clause 8, then 64 subsection 1a and definition 61 exception 61 the definition 62. Clear അല്ലേ? So next സെഷനിൽ നമുക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഡിസ്കസ് ചെയ്യാം. സോ ക്ലിയർ ആണല്ലോ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? സോ ക്ലബിംഗ് ഓഫ് ഇൻകം ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്രോബ്ലത്തിലും പ്രൊഫഷനിലും ഒന്നും. സെക്ഷൻ അല്ലാതെ പിന്നെ അഡീഷണൽ ആയിട്ടുള്ളത് ക്രോസ് ഹോൾഡിംഗ് മാത്രമാണ്. നമ്മൾ അതിന്റെ പ്രോബ്ലം ഫസ്റ്റ് എക്സാമ്പിൾസ് ചെയ്തിരുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ക്രോസ് ഹോൾഡിംഗ് ഓൾസോ ക്രോസ് ട്രാൻസ്ഫർ. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.